उसी प्रकार से एक करुवन्नूर कोऑपरेटिव बैंक का स्कैम, और उसमें तो ये कम्युनिस्ट पार्टी के बड़े बड़े नेताओं के नाम आ रहे हैं, गरीब लोगों के पैसे डूब रहे हैं। जिस तरह लेफ्ट के नेताओं पर सवाल उठ रहे हैं, उसे भी केरल के लोग अच्छी तरह जानते हैं। मैं आज केरला के लोगों को फिर से भरोसा देता हूं कि स्कैम के दोषियों को, जनता को लूटने वालों को कभी भी छोड़ा नहीं जाएगा, उन पर सख्त कार्रवाई होगी। ഞാൻ ആദ്യമേ പറഞ്ഞു 10 മണി വരെയാണ്, ഒറ്റ കാര്യം വരിയില്ല. ഞാൻ പറഞ്ഞു 10 മണി വരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത്. ഇനി നിങ്ങളല്ലെങ്കിലും നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ വേറെ കാണും. അപ്പൊ ഞാൻ പറഞ്ഞോളാം, ഇപ്പൊ നമ്മൾ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം. ഞാൻ പറയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കി. തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 മണിക്ക് അവസാനിക്കും. നിങ്ങൾ എല്ലാ ബാച്ചിൽ 10 മണിയായിട്ടുണ്ട്, അത് നോക്കിക്കോ. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട്. കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് CPM-നെ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കാൻ പറ്റുക എന്നുള്ള കാര്യം നരേന്ദ്രമോദി തന്നെ പ്ലാൻ ചെയ്യുകയാണ്. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത് പണ്ടെല്ലാം ആളുകൾ ധരിച്ചിരുന്നത് കുറച്ച് മൂല്യമുണ്ട് എന്നാണ്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഉള്ളതേ ഉള്ളൂ എന്ന്. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. പ്രധാനമന്ത്രിയെ പറ്റി അതിനപ്പുറം പറഞ്ഞാൽ ശരിയാവില്ലോ. ഉള്ളതേ ഉള്ളൂ എന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൊണ്ടുകൊണ്ട് ഞാൻ കേരളത്തിലേക്ക് വരാം. അത് ഇതിനിടെ 2-3 വിധി വന്നു. ഒന്ന് പെൻഷൻ ഫണ്ടിന്റെ വിധി, അതിനു മുമ്പ് ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിധി, പിന്നെ ന്യൂ മീഡിയയിൽ ഇടപെടുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചതിന് വിചാരിച്ചുള്ള വിധി. ഇതൊക്കെ വന്നപ്പോൾ പ്രകോപിതനായിട്ട് സാധാരണ ഒരു RSS പ്രവർത്തകൻ എങ്ങനെയാണോ പെരുമാറുക, അതാ ഞാൻ പറഞ്ഞത്. എന്താണോ അദ്ദേഹം അതാവാനേ അദ്ദേഹത്തിനാവും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അതാ അപ്പോൾ പ്രതികരണം വന്നു. എല്ലാം പുരാണത്തിലാണല്ലോ ഈ RSS പറയാം. അറിഞ്ഞിട്ടൊന്നും പറയുന്നൊന്നുമല്ല, ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതുമാണ് ഉപ്പ്. പക്ഷെ പുരാണ പറയാ. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കരുവന്നൂർ ബാങ്ക് ക്രമക്കേടിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി ഉറപ്പാണെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വെറും വാക്കല്ലെന്ന് തെളിയുകയാണ്. നേരത്തെ കണ്ടെത്തിയ CPM-ന്റെ കരുവന്നൂർ ബാങ്കിലെ ബെനാമി അക്കൗണ്ടുകൾ ED തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് ചെയ്തു. കരുവന്നൂർ ബാങ്കിൽ നിന്ന് നിക്ഷേപകരെ പറ്റിച്ച് പണം തട്ടിയത് അന്വേഷിക്കുമ്പോഴാണ് CPM-ന്റെ 5 അക്കൗണ്ടുകൾ ED കണ്ടെത്തിയത്. പാർട്ടിയുടെ രഹസ്യ ഇടപാടുകൾ നടന്ന ഈ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യപ്പെടാത്തവയാണ്. ഭൂമി വാങ്ങുന്നതിനും പാർട്ടി ഓഫീസ് പണിയുന്നതിനും തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കും ഇത്തരം അക്കൗണ്ടുകൾ പാർട്ടി ഉപയോഗിച്ചിരുന്നു. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഈ ഇടപാടുകളിൽ പങ്കാളിയാണെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടായിട്ടുണ്ടെന്നുമുള്ള കണ്ടെത്തലാണ് ED ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും റിസർവ് ബാങ്കിനെയും ധനമന്ത്രാലയത്തെയും അറിയിച്ചത്. ഓഡിറ്റ് ചെയ്യപ്പെടാത്ത അക്കൗണ്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുമോ? ഇതാണ് ചോദ്യം. കരുവന്നൂരിൽ CPM-നെ ED വരിഞ്ഞു മുറുക്കുമ്പോഴും ഒന്നും സംഭവിക്കില്ലെന്ന് UDF-ഉം കുറെ കണ്ടതാണെന്ന് CPM-ഉം വാദിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. CPM-ന്റെ രഹസ്യ അക്കൗണ്ടുകൾ പൂട്ടിക്കുമോ? പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ അക്കര ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കും. പൊതുപ്രവർത്തകൻ ശ്രീ MK ഹരിദാസ്, CPM സഹയാത്രികൻ ഡോക്ടർ B ജയരാജ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീജിത്ത് പണിക്കർ, ഈ വർഷം ജനുവരി 14-ാം തീയതി ED ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതാണ്. അതിൽ പറഞ്ഞിട്ടുള്ളതാണ് കരുവന്നൂർ ബാങ്കിൽ CPM-ന് 5 അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷേ CPM-ന് മെമ്പർഷിപ്പ് ഇല്ല കരുവന്നൂർ ബാങ്കിൽ. അപ്പോൾ സഹകരണ നിയമത്തിന് എതിരായിട്ടും അതുപോലെ തന്നെ കമ്പനി ബാങ്കിന്റെ ബൈലോയ്ക്ക് വിരുദ്ധവുമായിട്ടാണ് ഇത്തരം അക്കൗണ്ടുകൾ സൂക്ഷിച്ചിരുന്നത്. അത് മാത്രമല്ല, ഈ അക്കൗണ്ടുകൾ വഴി ഈ ഭൂമി ഇടപാടുകളുടെ പണം വന്നിരുന്നു, അതുപോലെ തന്നെ ലെവി വന്നിരുന്നു, പാർട്ടി ഓഫീസുകൾക്കുള്ള പണം വന്നിരുന്നു. അങ്ങനെ ഒട്ടേറെ ഇടപാടുകൾ ഈ അക്കൗണ്ടുകൾ വഴി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും ED ഹൈക്കോടതിയെ അറിയിച്ചതാണ്. ഇപ്പോൾ അറിവാകുന്ന വിവരം,
ED ഈ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആദായനികുതി വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്, റിസർവ് ബാങ്കിനെയും അറിയിച്ചിട്ടുണ്ട്. അതും ജനുവരി മാസത്തിൽ തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി അധികം വൈകാതെ തന്നെ ഈ ഏജൻസികളെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പക്ഷേ എന്നിട്ടും നടപടികൾ വൈകുകയാണോ? ഇതിനകം തന്നെ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം പരിശോധിക്കുവാനുള്ള സമയമുണ്ടായിരുന്നുവല്ലോ. ശ്രീ മഞ്ജുഷ്, ഈ വിഷയത്തിൽ എന്തെങ്കിലും താമസിച്ചു അല്ലെങ്കിൽ വൈകിപ്പിച്ചു എന്ന രീതിയിലത്തേക്ക് ഞാനതിനെ കരുതുന്നില്ല. നമ്മൾ ഈ ഒരു സമയത്ത് രാജ്യത്താകെ പല സാഹചര്യങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ബോണ്ട് സമാഹരിക്കുന്നത് എന്നും അങ്ങനെ അവരുടെ ഒരു നിക്ഷേപമായിട്ട് അവരതിനെ കരുതുന്നത് എന്നും അതിലുള്ള ട്രാൻസ്പെറൻസി എത്രത്തോളം ഉണ്ട്, ആരാണ് ഇവർക്കൊക്കെ ഫണ്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ പാർട്ടികളെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഈ കാര്യത്തിലൊരു വണ്ണപ്മാൻഷിപ്പ് കളിക്കുന്ന ചുരുക്കം ചില പാർട്ടികളിൽ ഒന്നാണ് CPM. CPM-നെ സംബന്ധിച്ചിടത്തോളം ആശയപരമായിട്ട് അവർ തെരഞ്ഞെടുപ്പ് ബോണ്ടിന് എതിരാണ്. അത് വാങ്ങിയിരിക്കുന്ന എല്ലാ പാർട്ടികളെയും അവർ ഒരേപോലെ തന്നെ എതിർക്കുന്നുണ്ട്. അത് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, മറ്റു പാർട്ടികളായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു വളരെ സംശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. ഞങ്ങൾക്ക് കള്ളപ്പണമില്ല, ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് തന്നെ കള്ളപ്പണമാണ് എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഈ കരുവന്നൂർ ബാങ്കിലാണെങ്കിലും മറ്റുള്ള സഹകരണ ബാങ്കുകളിൽ നിന്നാണെങ്കിലും അവരുടേതായിട്ടുള്ള അക്കൗണ്ട് യാതൊരു വിധത്തിലുള്ള റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്യാതെ അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളെയും മറികടന്നുകൊണ്ട് അംഗത്വമില്ലാതെ അവിടെ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ തുറക്കുന്നു, സഹകരണ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. തന്നെയുമല്ല അതുവഴി പാർട്ടിയുടെ പണം ചില ഉന്നതരായിട്ടുള്ള ആൾക്കാർ കൈകാര്യം ചെയ്യുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഗുരുതരമായ കണ്ടെത്തൽ EDയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു സംവിധാനത്തിനെ അത് കോൺസ്റ്റിറ്റ്യൂഷനിലല്ല എന്ന് കോടതി കണ്ടെത്തിയപ്പോൾ ആ കാര്യത്തിൽ എല്ലാവരെയും വിമർശിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ വെട്ടിലാകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ വൈരുദ്ധ്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണം നടക്കുന്നു, മറ്റ് ഏജൻസികളുടെ എല്ലാം അന്വേഷണം ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതിനോട് പ്രത്യക്ഷത്തിൽ സഹകരിക്കാത്ത ഒരു പാർട്ടിയാണ് CPM എന്ന് നമുക്ക് പറയാം. കാരണം പല നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ അവരുടെ ജില്ലാ നേതാക്കളായിട്ടുള്ള പല ആൾക്കാർക്കും ഇതേപോലെ ചോദ്യം ചെയ്യലിന് വിധേയരായിട്ടുണ്ട്. ഇനിയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലർക്കും സമൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് സഹകരണ മേഖലയിലുള്ള കരുവന്നൂർ ബാങ്ക് പോലെയുള്ള പല ബാങ്കുകളെയും എങ്ങനെയാണ് CPM അവരുടെ ഒരു മൃഗീയമായിട്ടുള്ള ആധിപത്യം ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ധനമന്ത്രാലയത്തെയും RBIയെയും അറിയിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അതിനോട് പ്രതികരിച്ചത് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഇതിൽ കണ്ട് ഞങ്ങളൊന്നും പേടിക്കാൻ പോകുന്നില്ല എന്നുമാണ്. പക്ഷേ അവിടെ നിക്ഷേപകരുടെ പണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൽ 4 പേർക്ക് ജീവൻ നഷ്ടമാവുകയുണ്ടായി. ഈ പണം തിരികെ കിട്ടാത്തത് കൊണ്ട് ആത്മഹത്യയുണ്ടായി, ചികിത്സ കിട്ടാതെ മരണമുണ്ടായി. ഇതൊക്കെ നടന്നിട്ടും അവിടെ കരുവന്നൂരിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ CPM പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തോ കേന്ദ്ര ഏജൻസികളെ വെച്ച് എന്തോ കാട്ടിക്കൂട്ടുന്നു എന്ന രീതിയിലാണ് പ്രതികരണങ്ങൾ വരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജനുവരി 14 കൊടുത്ത സത്യവാങ്മൂലം അതേ സത്യവാങ്മൂലം തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും കത്തിന്റെ രൂപത്തിൽ ഈ ഏജൻസികൾക്കും നൽകിയിട്ടുണ്ടാവുക. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ഇറ്റ് ഈസ് റിവീൽഡ് ദാറ്റ് മെനി അക്കൗണ്ട്സ് ആർ ഓപ്പൺഡ് യൂട്ടിലൈസ്ഡ് ഫോർ കളക്ഷൻ ഓഫ് ഫണ്ട്സ് ആൻഡ് ലേറ്റർ ക്ലോസ്ഡ് ടു അവോയ്ഡ് tracking by investigative agencies or the Election Commission of India. Further, it is prima facie revealed that these accounts, deposits and assets like party local offices are not declared in the audited financial statements of the CPM party at the district level or state level or national level and have also violated the Election Commission guidelines on the declaration of accounts by political parties. അങ്ങനെയാണെങ്കിൽ CPM-ന്റെ അക്കൗണ്ടുകൾ, അത് ഈ കരുവന്നൂർ ബാങ്കിലെ അക്കൗണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ അക്കൗണ്ടുകളും പൂട്ടിക്കത്തക്ക രീതിയിലുള്ള വയലേഷൻ അല്ലേ ഇവിടെ നടന്നിരിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമം ഇവിടെ പ്രയോഗിക്കുകയാണെങ്കിൽ? തീർച്ചയായിട്ടും. കാരണം സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലെ ഏറ്റവും വലിയൊരു ജയന്റ് എന്ന് വിളിക്കാവുന്നത് CPM-നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ നിയമങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ നിയമങ്ങളാണ് അവർക്ക് ബാധകമായിട്ടുള്ളത് എന്നതിനെപ്പറ്റി അവർക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടാകണം. എങ്കിലും ആ ബോധ്യത്തിന് അപ്പുറത്തേക്ക് മറികടന്നുകൊണ്ട് കരുവന്നൂർ ബാങ്കിലായിക്കോട്ടെ മറ്റുള്ള സഹകരണ ബാങ്കിലായിക്കോട്ടെ പാർട്ടി ഇതേപോലെ അക്കൗണ്ടുകൾ തുറക്കുകയും അത് പല കാര്യങ്ങൾക്കായിട്ട് അതിനെ ഉപയോഗിക്കുകയും അതുപയോഗിച്ച് തന്നെ അപ്ലൈ ചെയ്തില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ലോൺ ഡിസ്ബേഴ്സ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. CPM-ന്റെ എല്ലാ അക്കൗണ്ടുകളും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടോ പൂട്ടിക്കുന്നതിന് വേണ്ടിയിട്ടോ മതിയായിട്ടുള്ള കാരണവുമാണ്.
ഇവിടെ ശ്രീ എം വി ഗോവിന്ദന്റെ പ്രസ്താവനയെ നോക്കിക്കഴിഞ്ഞാൽ അത് ഭയപ്പെട്ട ഒരാളിൻ്റെ ഒരു പ്രതികരണം എന്ന രീതിയിലത്തേക്ക് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുകയുള്ളൂ. കാരണം അദ്ദേഹം ഇത് പറഞ്ഞു വരുന്ന സമയത്ത് തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവരുടെ കരാളഹസ്തം പ്രയോഗിക്കുകയാണ് തുടങ്ങിയ രീതിയിലത്തേക്കുള്ള പല കാര്യങ്ങളും പറയുന്നു. അതേപോലെ കേരളത്തിൽ നടത്താനാണ് ഉദ്ദേശമെങ്കിൽ അത് നടപ്പാവില്ല തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു. അത് ഭയപ്പെട്ട ഒരാളിൻ്റെ പ്രതികരണമാണ്. അതല്ല എങ്കിൽ ആ നിലയ്ക്കൊന്നും കടന്ന് അദ്ദേഹത്തിന് പറയേണ്ടുന്ന കാര്യമില്ല. തന്നെയുമല്ല, ഡൽഹിയിലെ മുഖ്യമന്ത്രിക്ക് നേരെ നടക്കുന്ന ഒരു അന്വേഷണം കേരളത്തിൽ ഒരു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് അന്വേഷണം വരുന്ന സമയത്ത് ഇവിടെയുള്ള മുഖ്യമന്ത്രിയിലേക്ക് അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഊഹത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യവുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഭയപ്പാടോടുകൂടി CPM പ്രതികരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ പുതിയൊരു കാര്യമാണെന്ന് നമുക്ക് പറയാം. കാരണം ഈ രീതിയിലത്തേക്കുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന രീതിയിലത്തേക്ക് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ ജനുവരി മാസത്തിലൊക്കെ തന്നെ കണ്ടെത്തിയിരുന്ന ചില കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഒരു 2 മാസം കഴിയുന്ന സമയത്തേക്ക് ഇത്രത്തോളം ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ എന്ന രീതിയിലത്തേക്ക് അതിനെ വീണ്ടും വരികയും വീണ്ടും കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് അതും ജില്ലാ നേതാക്കൾക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അനന്തര നടപടികളിലേക്ക് അവർ കടക്കുന്ന സമയത്ത് ഇവർക്കുള്ളത് ഭയമാണ്. ഇവിടെ ശ്രീ എം വി ഗോവിന്ദൻ ഇങ്ങനെ വെറുതെ ന്യായീകരിക്കുന്നതിന് പകരം, പാർട്ടിക്ക് ഇങ്ങനെ അക്കൗണ്ട് ഇല്ല എന്ന് മാത്രം പറയുന്നതിന് പകരം ഈ കണ്ടെത്തിയിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് പറയേണ്ടത്. അത് അദ്ദേഹം പറയുന്നില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പാർട്ടി കണ്ടെത്തിയ കാര്യങ്ങൾ എങ്ങനെ പറയാനാണ്? കാരണം പാർട്ടി ഇവിടെ ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടില്ലല്ലോ, അല്ലേ ശ്രീജിത്ത് പണിക്കർ? മാത്രമല്ല, പാർട്ടി എന്നല്ല ഒരു ഏജൻസിയും ഏതൊക്കെ ഏജൻസി അന്വേഷിച്ചോ അത് സഹകരണ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ അന്വേഷിച്ചപ്പോൾ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതെ, ആ വിഷയത്തിനെ പറ്റി ക്രമക്കേട് നടന്നിട്ടില്ല എന്ന രീതിയിലത്തേക്കോ CPM എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ആരോപണത്തിൽ നിന്ന് മുക്തരാകേണ്ടത് എന്നതിനെ പറ്റിയോ പ്രതികരിക്കാനായിട്ട് ശ്രീ ഗോവിന്ദന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഏതെങ്കിലും 1-2 നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അറസ്റ്റ് നടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ തള്ളി പറയുക എന്നതുകൊണ്ട് പാർട്ടി സംശുദ്ധമായി എന്ന രീതിയിലത്തേക്കാണ് ഇവരെല്ലാവരും തന്നെ പൊതുവെ പ്രതികരിച്ച് കാണുന്നത്. ഞാൻ പറയുന്നത് അതെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ സാധാരണക്കാരൻ്റെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി വാർത്ത കാണുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് CPM അവരുടെ രോമത്തിൽ പോലും സ്പർശിച്ചിട്ടില്ലല്ലോ എന്ന രീതിയിലുള്ള പ്രതികരണമാണല്ലോ സംസ്ഥാന സെക്രട്ടറി നടത്തുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയ്ക്കപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ്, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ EDയുടെ ഭാഗത്ത് നിന്ന് ഇതിന്റെ തുടരന്വേഷണം നടക്കുന്ന സമയത്ത് CPMന്റെ പല ഉന്നതന്മാരിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെങ്കിൽ, ഒരു ഡീലും ഉണ്ടായിട്ടില്ല എങ്കിൽ ആ രീതിയിൽ തന്നെ അന്വേഷണം പോകേണ്ടതാണ്. കാരണം കരുവന്നൂർ ബാങ്ക് കാരണം കഷ്ടത അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ട്. സ്വന്തം നിക്ഷേപം, പണിയെടുത്ത് കിട്ടിയ നിക്ഷേപം ആ ബാങ്കിലിട്ട് ആ നിക്ഷേപം തിരികെ വാങ്ങാൻ ചെല്ലുന്ന ഇല്ല എന്ന മറുപടി കേട്ടുകൊണ്ട് ചികിത്സ പോലും നിഷേധിക്കപ്പെട്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ആളുകളുണ്ട്. അവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാ ഏജൻസികളും കണ്ടെത്തിയതാണ്. അതിനെ EDയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഡോക്ടർ B ജയരാജ്, ED ഇപ്പോൾ നടത്തിയിരിക്കുന്ന കണ്ടെത്തൽ ഇത് ഇന്നും ഇന്നലെയും നടത്തിയ കണ്ടെത്തലല്ല. മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ റിപ്പോർട്ട് ED ഹൈക്കോടതി സമക്ഷം നൽകിയതുമാണ്. ഇപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷനിലേക്കും എത്തിയിട്ടുണ്ട്. അതും ഇന്നും ഇന്നലെയും എത്തിയ കാര്യമല്ല. ഇതെല്ലാം ജനങ്ങൾക്കും ബോധ്യമുള്ള കാര്യം തന്നെയാണ്. കരുവന്നൂർ ബാങ്കിൽ എന്തെല്ലാം ക്രമക്കേട് നടന്നു, അതിൽ CPMന് എന്തെല്ലാം പങ്കാളിത്തമാണ് ഉള്ളതെന്ന് അവസാനം അരവിന്ദാഷിനെ തള്ളിപ്പറയാൻ പോലും CPM ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഡോക്ടർ B ജയരാജ്, ഇതിന്റെ ഈ കേസിന്റെ നാൾവഴികൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആദ്യമേ പറഞ്ഞിരുന്നത് ഒരു 300 കോടി രൂപയുടെ അഴിമതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരുന്നു എന്നാണ് ആദ്യത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പിന്നീട് അത് കുറഞ്ഞു ഏതാണ്ട് 90 കോടി രൂപയോളമാണ്. എന്തായാലും ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അതിനകത്തുള്ള 3-4 ഇൻവെസ്റ്റേഴ്സിന്റെ മരണം അതുണ്ടാക്കിയ അത്യധികമായ ആഘാതം കേരള മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു. അതെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഈ EDയുടെ ചില ഇടപെടലുകൾ നമ്മളെ പലപ്പോഴും സംശയാലുമാക്കാറുണ്ട്. ഒന്ന്, PMLA ആക്ടിന്റെ പരിധിയിൽ വരുന്നതല്ല, ഫെമ വയലേഷന്റെ പരിധിയിൽ വരുന്നതല്ല. പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കമ്മിറ്റി വരെയാണ് അക്കൗണ്ട് എടുക്കുന്നത്. സാധാരണഗതിയിൽ ലോക്കൽ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റിയിലോ ഒരു പാർട്ടി ഓഫീസ് പണിയുന്നതിന് പ്രദേശത്തുള്ള ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയും അതിലേക്ക് ആളുകളിൽ നിന്ന് സംഭാവനകളായിട്ട് പിരിക്കുന്ന ഫണ്ട് അതിനകത്ത് ഇടുകയും അതല്ലെങ്കിൽ ഒരു ചികിത്സാ ആവശ്യത്തിനോ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനോ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നതാണ്. ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയും ആ അക്കൗണ്ട് പാർട്ടി ആയിരിക്കും അക്കൗണ്ട് തുടങ്ങുന്നത്, അതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കേരളത്തില് ആർക്കും ഒരു ബാങ്കുകളുമായിട്ട് ഒരു ക്രയവിക്രയം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരം ബാങ്കുകളെ ഈ രീതിയിലുള്ള ഇടപാടുകൾ നടത്തുവാനായിട്ട് CPM മാറ്റിയെടുത്തിരിക്കുകയാണ്. അതിനെ നോർമലൈസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിനൊരു മാറ്റം വരട്ടെ എന്നേ. അത് മറ്റു പാർട്ടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിലേക്കും അന്വേഷണം വരട്ടെ. ഇവിടെ കരുവന്നൂർ ബാങ്കിൽ ഇത്രയും ആളുകൾ
പിടിക്കാൻ കാരണം CPM എന്ന പാർട്ടിയും പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളും ആയിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. അത് ജില്ലാ നേതാക്കളുടെ അറിവോടുകൂടി തന്നെയാണ് ഈ അനധികൃതമായിട്ട് വായ്പകൾ കൊടുത്തത് എന്നുള്ള കാര്യവും അറിയാവുന്നതാണല്ലോ. ഈ അക്കൗണ്ടിലേക്ക് CPM സൂക്ഷിച്ചിരുന്ന ഈ 5 അക്കൗണ്ടുകളിലേക്ക് കമ്മീഷൻ പോലും വന്നിട്ടുണ്ടായിരുന്നു. ഇതും ഇഡിയുടെ കണ്ടെത്തലാണ്. എന്തിനാണ് ഈ അക്കൗണ്ട് വിവരങ്ങൾ മറച്ചുവെച്ചത്? ഏജൻസികളിൽ നിന്ന് എന്തിനു മറച്ചുവെച്ചു? എന്തിന് ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല? അതും ഒരു ചോദ്യമാണല്ലോ. അതിന് ഇലക്ടോറൽ ബോണ്ടിന്റെ പേരിൽ മേലിലടിക്കുന്ന CPM-ന് ഇവിടെ മറുപടി നൽകാൻ എന്താണ് ബുദ്ധിമുട്ട്? PMLA ആക്ടിന്റെ വയലേഷനിൽ വരുന്നില്ല, മണി ലോണ്ടറിയിൽ വരുന്നില്ല, പെമ ആക്ടിന്റെ പരിധിയിൽ വരുന്നില്ല. ഇത് അന്വേഷിക്കേണ്ടത് IT ഡിപ്പാർട്ട്മെന്റ് ആണ്. IT ഡിപ്പാർട്ട്മെന്റിനാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുറമെ ധനമന്ത്രാലയത്തിന് എന്ന് പറയുമ്പോൾ IT ഡിപ്പാർട്ട്മെന്റിന് നൽകിയിട്ടുണ്ട്, RBIക്കും നൽകിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടത്. അപ്പൊ ഇതാണ് അതിനകത്തുള്ളത്. ഇതിപ്പോ നമുക്ക് വഴിയെ പോകുന്നവരെല്ലാം വിളിച്ച് അകത്താക്കാൻ പറ്റും. AC മൊയ്തീനെ കുറിച്ച് റെയ്ഡ് നടത്തിയപ്പോ എന്താ പറഞ്ഞത്? എത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ്. അവസാനം എത്ര കോടിയുടെ ആസ്തി, 1 കോടിയുടെ ആസ്തിയില്ലെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ തിരുത്തു കൊടുക്കാൻ തയ്യാറായോ? AC മൊയ്തീന്റെ പേരിൽ അത്രയൊന്നും ഇപ്പോഴും AC മൊയ്തീനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടല്ലേ. പിന്നീടല്ലേ അരവിന്ദാക്ഷനിലേക്കൊക്കെ വന്നത്, പിന്നീടല്ലേ കണ്ണനിലേക്കൊക്കെ വന്നത്. ആദ്യമേ AC മൊയ്തീനെ ട്രാപ്പ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നല്ലോ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടത്. എന്നിട്ട് ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് എല്ലാവരും വിളിച്ചു പോയിക്കൊണ്ടിരുന്നു. AC മൊയ്തീനെ 24 മണിക്കൂർ AC മൊയ്തീനൊന്നും അന്വേഷണത്തിൽ നിന്ന് വിടുവിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. ജില്ലാ സെക്രട്ടറിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബുധനാഴ്ച. വർഗീസിനോട് ബുധനാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയല്ലല്ലോ സഹകരണ വകുപ്പ് മന്ത്രിയുടെ പേരിൽ ഉണ്ടാക്കിയിരുന്ന കേസും ഇത്ര കോടിയുടെ അസറ്റ്, ഇത്രയും കോടി. അദ്ദേഹം ഒരു സാധാരണക്കാരനായ സാധാരണ വീട്ടിൽ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തന്നെ അന്തപ്പെടുകയാണ്. ഇത്ര കോടിയുടെ അസറ്റ് തന്റെ പേരിലുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഇഡിയുടെ പ്രസ് റിലീസ് അന്ന് താങ്കൾ വായിച്ചു നോക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്നത്. ഇഡിയുടെ പ്രസ് റിലീസിൽ മൊയ്തീന്റെ അസറ്റ് എന്ന രീതിയിലല്ല അത് പറഞ്ഞിരുന്നത്. ചില മാധ്യമങ്ങൾ അങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. മൊയ്തീന്റെ അസറ്റ് എന്ന രീതിയിലല്ല അന്ന് ഇഡിയുടെ പ്രസ് റിലീസിൽ ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അസറ്റുകൾ മരവിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണി ലോണ്ടറി എന്നുള്ളത് വേറെ രീതിയിലുള്ള ലോണ്ടറി ചെയ്തുകൊണ്ടിരിക്കുന്നത്, BJPക്ക് വേണ്ടി ലോണ്ടറി പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ED തന്നെയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ED കണ്ടെത്തുകയും അതിനുശേഷം അവർ BJPയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അവരെ ചീഫ് മിനിസ്റ്റർമാരുണ്ട്, മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അങ്ങനെ അവരുടെ ലിസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി, ഒരു 10-15ഓളം പേരുണ്ട്. ഇവരെല്ലാം എങ്ങനെ BJPയിൽ വന്നതിന് ശേഷം അഴിമതിയുക്തരായെന്നും ഇവരുടെ എല്ലാം എങ്ങനെയാണ് നമ്മൾ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞതാണ് പോലെ ഇവര് അലിഞ്ഞു പോകുന്നത്. ഇവർക്കെതിരെയുള്ള അഴിമതി ശരി, ഇത് പതിവായിട്ട് പറയുന്ന കാര്യമാണ്. പക്ഷേ കരുവന്നൂർ ബാങ്കിൽ ഇങ്ങനെ ക്രമക്കേട് നടന്നിട്ടില്ല, അതിൽ CPM-ന് പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്ന കാര്യമല്ല. ശ്രീ MK ഹരിദാസ്, ഇഡിയുടെ കണ്ടെത്തൽ അത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത സമയത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ കണ്ടെത്തലിൽ വസ്തുതകൾ ഉണ്ടോ ഇല്ലയോ? ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ B. ജയരാജ്, ശ്രീ MK ഹരിദാസ്, ഈ ഇഡിയുടെ കണ്ടെത്തലിൽ വസ്തുത ഉണ്ടോ ഇല്ലയോ? വലിയ ക്യാൻവാസിലേക്ക് സഹകരണ സംഘങ്ങളെ മറയാക്കിക്കൊണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ള കോടികളുടെ കൊള്ളയ്ക്ക് 4 പേരുടെ മരണത്തിനും ഒരു ദുരൂഹ മരണത്തിനും ഇടയാക്കിയ വിധത്തിലുള്ള ഒരു കൊള്ള അതിൻ്റെതായ ആഴത്തിലും അതിൻ്റെതായ ഗൗരവത്തിലും എടുക്കാൻ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ആയിട്ടില്ല മഞ്ജുഷേ. കേവല പ്രഹസനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ശ്രീജിത്ത് പറയുന്നത് കേട്ടു, CPM-ന്റെ മറ്റേ എന്താ പറയേണ്ടത്, ഗോവിന്ദന്റെ വാക്കുകളിൽ ഭയം കലർന്നിട്ടുണ്ടെന്ന്. കുട്ടനെല്ലൂർ ബാങ്കിൽ നടന്നിട്ട്, തൃശ്ശൂർ കുട്ടനെല്ലൂർ ബാങ്കിൽ നടന്നിട്ടുള്ള ഈ ക്രമക്കേട് പാർട്ടി ഓഫീസിലിരുന്നു കൊണ്ടാണ് സെറ്റിൽ ചെയ്തിട്ട് ആ പ്രശ്നം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മൈലപ്ര എന്ന് പറയുന്ന ബാങ്കിൽ 86 കോടി രൂപയുടെ പ്രശ്നം നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നതാണ്. എന്തായി ആ 86 കോടി രൂപയുടെ പ്രശ്നം? ഈ കേന്ദ്ര സർക്കാരിനെ EDക്കോ അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കണ്ടലയിലെ ഒരു ബാസുരാങ്കനെ ഈ മകനെയും പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ബാസുരാങ്കനെ ഈ CPIയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. CPIയേക്കാൾ അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നത് CPM-നോടും കോൺഗ്രസ് നേതാക്കളോടുമാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് പറയുന്നു. രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കൽ ഒരു അത്രയും നന്നായി ചികിത്സിക്കുന്ന ഒരു ഫിസിഷ്യൻ്റെ വീട്ടിൽ കാണാവുന്ന തിരക്ക് കാണാമായിരുന്നുവെന്നും ഈ സർക്കാരിൽ നിന്നും നേടാനുള്ള എല്ലാ കാര്യങ്ങളുടെയും മധ്യസ്ഥനായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നും പറയുന്നു. അപ്പോൾ മഞ്ജുഷേ, നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പ്രഹസന നാടകങ്ങൾക്കപ്പുറം ഇതിൽ യാതൊരുവിധ അർത്ഥവുമുള്ള അന്വേഷണങ്ങളല്ല അവിടെ നടക്കുന്നത്. ഈ 11th അവർ എന്ന് പറഞ്ഞിട്ടൊരു
ഒരു 11-ാം മണിക്കൂറിലെ ഒരു തിക്കും തിരക്കും ബഹളവും ഈ ഇലക്ഷനോടനുബന്ധിച്ചിട്ട് നടക്കുന്ന ഒരു തിക്കും തിരക്കിനപ്പുറമുള്ള ഒന്നും ഉണ്ടാവില്ല. ഇനി ഇത്തരത്തിലൊരു സംഭവം കാണണമെങ്കിൽ 2026 മെയ് മാസത്തിൻ്റെ തുടക്കത്തിലോ ഏപ്രിൽ 15 കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആറിപ്പോ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, കേരള ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച ചോദിച്ചത് എന്താണ് ED ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കാലമായിട്ടും ആരിലേക്കും അന്വേഷണം എത്താൻ സാധിക്കില്ല. നിങ്ങളിവിടെ എന്ത് ചെയ്യുന്നു എന്ന് ഹൈക്കോടതിയാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഒരു 10% ജനങ്ങൾക്ക് വേണ്ടി MK ഹരിദാസനും ചോദിക്കുകയാണ്, ഈ അന്വേഷണ ഏജൻസികളൊക്കെ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ അതായത് നമ്മുടെ ശ്രീ ജയരാജൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് അറിയാത്ത വിധത്തിലുള്ള നിയമപരിജ്ഞാനം അദ്ദേഹത്തിനുണ്ട് എന്ന് തോന്നും. അതായത് ഇത് PMLA ആക്ട് പരിധിയിൽ വരുന്നില്ല. EDക്ക് അന്വേഷിക്കാൻ എന്താണ് അധികാരം? ഇത് IT ഡിപ്പാർട്ട്മെന്റ് അല്ലേ അന്വേഷിക്കുന്നത്? ശ്രീ ജയരാജ്, ഇന്ന് വരെ ഈ കോടതി ഇപ്പോൾ ലാസ്റ്റ് EDയോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഈ ഒരു കൊല്ലമായിട്ട് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ഈ അന്വേഷണം എവിടെ കൊണ്ട് ചെന്ന് എത്തിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം? എന്നിട്ടും ഹൈക്കോടതി ചോദിച്ചിട്ടില്ല ഈ കേസ് അന്വേഷിക്കാനുള്ള നിങ്ങളുടെ പരിമിതിയും നിങ്ങൾക്കിതിനുള്ള അധികാരം എന്താണോ എന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ അങ്ങ് ഇവിടെ ചോദിക്കുകയാണ് ഇവിടെ ഈ EDക്ക് ഇതിൽ എന്താണ് പ്രശ്നമെന്ന്. ED വന്നില്ലായിരുന്നുവെങ്കിൽ താങ്കൾ ഒരു 90 കോടിയുടെ കണക്ക് പറഞ്ഞിട്ട് ഇവിടെ നിർത്തി. അത് തെറ്റാണ് സാർ. ഇത് 400 കോടിയുടെ ആ നാട്ടുകാരനാണ് സാർ, ഞാൻ തൃശ്ശൂർക്കാരനാണ് ഞാൻ. ഇത് 400 കോടിയുടെ ക്രമക്കേടാണ് സാർ. ജനിച്ചിട്ടില്ലാത്തവരുടെ പേരിൽ പോലും വ്യാജ വായ്പകൾ ഉണ്ടാക്കിയിട്ട് പണം തട്ടിയെടുത്ത കേസിന്റെ വ്യാപ്തി 400 കോടിയാണ്. അതിനിവിടെ ED വന്നപ്പോഴാണ് നിങ്ങൾ പറഞ്ഞു പരത്തി ഈ 90 കോടിയിൽ നിന്നും 400 കോടി രൂപയുടെ ഡെപ്ത് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മഞ്ജുഷ, അവിടെ നടത്തിയിരുന്ന സൂപ്പർ മാർക്കറ്റും അവിടെ നടത്തിയിരുന്ന ഫർണിച്ചർ ബിസിനസ്സിലേക്കും തൃശ്ശൂരിലെ യാതൊരുവിധ രജിസ്ട്രേഷൻ പോലും GST രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് 90 കോടി രൂപയുടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള അന്വേഷണമൊക്കെ എവിടെ എത്തി മഞ്ജുഷേ? CPMലേക്ക് വരികയാണെങ്കിൽ അരവിന്ദാക്ഷനെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. അരവിന്ദാക്ഷനെ ഇതുവരെ CPM തള്ളി പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അപ്പം അതിലേക്ക് ഞാൻ വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ജയരാജനോട് ഒരു മറുപടി. താങ്കൾ ഒരു പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രി, ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ മുൻ മന്ത്രിയെ ആവശ്യമില്ലാതെ ചോദ്യം ചെയ്തു. പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ അക്കൗണ്ടിൽ 28 ലക്ഷം രൂപയാണ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്ഭുതമാണ് സാർ. ഒരു പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് 28 ലക്ഷം. ഉടനെ തന്നെ താങ്കൾ പറയാം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്. അതിപ്പോൾ അത്ര അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. ഏതൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ 1-ാം നിരയിലുള്ള 2-ാം നിരയിലുള്ള നേതാക്കളുണ്ട്, അവരൊക്കെ ഭാര്യമാരിപ്പോൾ ജയരാജൻ ബിസിനസ് തുടങ്ങിയത് 90 ലക്ഷം ഉറുപ്പിക വൈദേഹ റിസോർട്ടിൽ ഇട്ടിട്ടുള്ളത് ഭാര്യയുടെ പണമല്ലേ? ഞങ്ങൾ വിശ്വസിക്കാം സാർ. മഞ്ജുഷ, ഇതും കൂടി ഒന്ന് പറയാൻ സമ്മതിക്കണം. ഇവിടെ നമ്മുടെ എന്താ പറയേണ്ടത്, അനിലക്കരെ നമ്മളുമായിട്ടുള്ള ചർച്ചകളിൽ മിക്കതിലും ഫോണിലാണ് വന്നിരിക്കുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സതീശൻ്റെ ഡയറിയും അവിടെ 20 വർഷം സെക്രട്ടറി ആയിരുന്ന സുനിൽകുമാറിൻ്റെ ഡയറിയും ഈ ED എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ, കള്ളപ്പണ ഇടപാട് ഏതൊക്കെ നേതാക്കളാണ് സഹായിച്ചതെന്നും അതിന് അച്ചാരം പറ്റിയവരുടെ പേരുകളും കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീ സംബന്ധിയായ കേസ് ഒതുക്കുന്നതിൽ പോലും സതീശൻ തൃശ്ശൂർ ജില്ലയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സഹായം ചെയ്തു കൊടുത്തതായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയാത്തൊരു കാര്യം കൂടി ആ ഡയറിയിൽ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലയിലെ ഒരു കോൺഗ്രസ് നേതാവ് 3 ലക്ഷം രൂപ തൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റി എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് പിന്നീട് എനിക്ക് തൃശ്ശൂരിലെ ഒരു വ്യക്തി എനിക്ക് ചോർത്തി തന്ന വിവരമാണ്. മഞ്ജുഷ, എന്താണ് ഇവിടെ നടക്കുന്നത്? കോൺഗ്രസ് നേതാക്കളും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കൂടി നടത്തിയ ഒരു നാടകത്തിന് ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടി കേന്ദ്രത്തിൽ നിന്നും വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പുകമറ സൃഷ്ടിക്കുക എന്നതിനപ്പുറം ഇത് എവിടെ ചെന്നിട്ടാണ് അവസാനിക്കുന്നത്? നല്ലവനായ പത്രപ്രവർത്തകൻ അനിലക്കര മുൻ MLA, അദ്ദേഹം ഈ കരുവന്നൂർ ബാങ്ക് കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമ പോരാട്ടങ്ങൾ പോലും നടത്തിയിട്ടുള്ള ആളാണ്. ശ്രീ അനിൽ അക്കര, എങ്ങനെ കാണുന്നു താങ്കൾ ഇപ്പോൾ EDയുടെ ഈ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ധനമന്ത്രാലയത്തിനും RBIക്കും റിപ്പോർട്ട് നൽകിയതിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? അല്ല, ശ്രീ ഹരിദാസ് അല്ലെങ്കിൽ മഞ്ജുഷ സൂചിപ്പിച്ച പോലെ ഈ കേസ് നിരവധി വർഷങ്ങളായി ഫോളോ ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2023 ആഗസ്റ്റ് 22-ാം തീയതി രാവിലെ 7 മണിക്കാണ് കല്ലമ്പാറയിലുള്ള AC മൊയ്തീന്റെ വീട്ടിലാണ് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ സെർച്ച് നടക്കുന്നത്. ആ സെർച്ചിനകത്താണ് ഈ പറഞ്ഞതുപോലെ ഹരിദാസ് പറഞ്ഞ കാര്യത്തിൽ അല്പം തെറ്റുണ്ട്. ഏതാണ്ട് 97 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപങ്ങളാണ് AC മൊയ്തീന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പേരിൽ വിവിധ ട്രഷറികളിലും മച്ചാട് പരസ്പര സഹായ സംഘം ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചതായി കണ്ടെത്തിയത്. 28 ലക്ഷം രൂപയല്ല,
ഏതാണ്ട് 97 ലക്ഷത്തിൽ കൂടുതൽ വരും, തിരുവനന്തപുരത്തെ ട്രസ്റ്റിയുടെ ഉൾപ്പെടെ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പൊ ഈ ചർച്ചയിൽ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യിൽ 1 കോടി രൂപ ഒരു ഡെപ്പോസിറ്റ് വെച്ചിരിക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകന്റെ മനസ്സ് എന്നുള്ളത് അത് അപാരമായൊരു മനസ്സ് തന്നെയാണ്. അത്രയതിനകത്ത് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് 2023 ആഗസ്റ്റ് 22-ാം തീയതി റെയ്ഡ് നടത്തി. ആ റെയ്ഡിനകത്ത് കണ്ടെത്തിയ ഈ പറഞ്ഞ 1 കോടി രൂപയിൽ 43 ലക്ഷം രൂപ അനധികൃതമാണെന്ന് കണ്ടെത്തുകയും അത് പിന്നീട് ED മരവിപ്പിക്കുകയും അതിനെ പിന്നീട് EDയുടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേറ്റഡ് അതോറിറ്റി ശരിവെക്കുകയും ചെയ്ത ഒരു സാഹചര്യം. എന്ന് വെച്ചാൽ ഏതാണ്ട് 9 മാസത്തോളമായി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ട് പോലും AC മൊയ്തീൻ ഈ കേസിൽ പ്രതിയാകുകയോ AC മൊയ്തീനെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്തൊരു സാഹചര്യം നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ ഈ കേസ് ആദ്യത്തെ സർച്ചും ആദ്യത്തെ തൊണ്ടി മുതലും കണ്ടെത്തിയതിനു ശേഷം അരവിന്ദാക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്തു. അരവിന്ദാക്ഷന്റെ മൊഴി കൃത്യമായും AC മൊയ്തീനും പിന്നെ MK കണ്ണനും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി വന്നു. അരവിന്ദാക്ഷനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞു, FIR ഇടാൻ ശ്രമിച്ചു, പോലീസിന്റെ FIR ഇടാൻ കഴിഞ്ഞില്ല. എന്നാൽ അരവിന്ദാക്ഷന് നടപടിയെടുത്തില്ല, അരവിന്ദാക്ഷൻ ആരോപിച്ച ആളുകൾക്കെതിരെ നടപടിയെടുത്തില്ല. ഒന്നും ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ 13ഓളം സഹകരണ ബാങ്കുകളിലേക്ക് കരുവന്നൂർ ബാങ്കിന്റെ അന്വേഷണം കൊണ്ടുപോയി. ഇപ്പൊ ആ അന്വേഷണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ രജിസ്ട്രേഷൻ തന്നെ റദ്ദാക്കുന്ന തരത്തിലേക്ക് പോയി എന്നതാണ് യാഥാർത്ഥ്യം. അല്ല, അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ഈ രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനുവരി പകുതിയോടുകൂടി തന്നെ ഈ രേഖകൾ കൈമാറിയതാണ് ED. ഇതിനകം തന്നെ വേണമെങ്കിൽ നടപടികളിലേക്ക് പോകാമായിരുന്നുവല്ലോ. പക്ഷെ നമ്മളുടെ അറിവ് വെച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ഈ 5 രഹസ്യ അക്കൗണ്ടുകൾ CPM ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് അതത്ര രഹസ്യമൊന്നുമല്ലല്ലോ അല്ലേ? അതൊരു പരസ്യമായ കാര്യം തന്നെയല്ലേ? അല്ല, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഇതിനകത്ത് കരുവന്നൂരിൽ തുടങ്ങി, നേരത്തെ ഹരിദാസ് പറഞ്ഞ കുട്ടനല്ലൂർ ഉൾപ്പെടെ, അയ്യന്തോൾ ഉൾപ്പെടെ, ഈ പെരിങ്ങണ്ടൂർ ബാങ്ക് ഉൾപ്പെടെ വലിയ വലിയ ചർച്ചകൾ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നതാണ്. അരവിന്ദാക്ഷിന്റെ അറസ്റ്റോടുകൂടി അത് അവസാനിച്ച് 1ാം ഘട്ട കുറ്റപത്രം കൊടുത്തതിന് ശേഷം ഇത് ഏത് ഗ്രൗണ്ടിലാണ് എന്ന് പോലും നമുക്ക് അറിയാത്ത രീതിയിൽ കടൽപ്പരപ്പിനെ പോലെ വ്യാപിപ്പിച്ചുകൊണ്ട് ഈ അന്വേഷണം പോകുമ്പോൾ ആ അന്വേഷണത്തിലൊക്കെ ചില ദുരൂഹതകൾ തോന്നാം. ഞാൻ ഇതിനകത്ത് പിന്നെ കൃത്യമായും അഴിമതി നടന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ED ഇപ്പോൾ ആരോപിക്കുന്ന കുറ്റങ്ങളൊക്കെ നടന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ EDക്ക് ഈ കേസ് ഫിനിഷ് ചെയ്യാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ ലൈഫ് മിഷൻ കേസിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. ലൈഫ് മിഷൻ കേസിലും ശിവശങ്കരൻ അറസ്റ്റിന് ശേഷം പിന്നീട് മുന്നോട്ട് പോയില്ല. CBI എൻക്വയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR ഇട്ടതിന് ശേഷം അത് മുന്നോട്ട് പോയില്ല. അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ തട്ടി അവസാനിക്കുകയാണ്. ഞാൻ അതിന്റെ ഒരു ഇരയായി നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ തട്ടി നിൽക്കുന്ന ഒരു അന്വേഷണമായി കരുവന്നൂർ മാറുമോ എന്നൊരു ഭയം എനിക്കുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായിട്ട് കരുവന്നൂർ കൂടി പ്രതിപാദിച്ചുകൊണ്ട് ഉറപ്പുകൾ നൽകുന്നത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇപ്പോൾ ആലത്തൂരിലെ BJP സ്ഥാനാർത്ഥിക്ക് അങ്ങനെ ഒരു ഉറപ്പ് നൽകുന്നു. അതുമാത്രമല്ല, ഇന്നലെ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ, ഓൺലൈനായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം കരുവന്നൂർ ബാങ്ക് സ്കാം എടുത്തു പറയുന്നു. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു എന്ന തോന്നൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ കീഴിലുള്ള CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ, അദ്ദേഹം ഈ വിഷയത്തിലൊക്കെ വ്യക്തിപരമായി ഇടപെട്ടു എന്ന് ഞാൻ പറയുകയല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണല്ലോ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നടന്നു. ആ കേസിന്റെ ഭാഗമായി തൊണ്ടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പിടിച്ചു. ശിവശങ്കരൻ ജയിലിൽ കിടന്നു, സ്വപ്ന സുരേഷ് ജയിലിൽ കിടന്നു. ആ ജയിലിൽ കിടന്ന് ED ഇവരുടെ എല്ലാം സ്വത്ത് പൂർണ്ണമായി കണ്ടുകെട്ടി ആ കേസ് അവസാനിച്ചു. ആ കേസ് അവസാനിച്ച കേസിലാണ് മുഖ്യമന്ത്രി തൃശ്ശൂരിൽ പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണോ നടന്നത് എന്നുള്ളത് പറയാൻ. അത് പറയുമ്പോൾ അത് തർജ്ജമ ചെയ്താരാണ്? V മുരളീധരനാണ്. ആ V മുരളീധരൻ പറയാണ് പ്രധാനമന്ത്രി ഓക്കെ ഒരു തെറ്റ് പറ്റിയതാണ്. മനസ്സിലായി, പ്രധാനമന്ത്രി ഒരു തെറ്റ് പറ്റിയതാണ്. അപ്പൊ V മുരളീധരൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുകയാണ് ശിവശങ്കരൻ ജയിലിൽ കിടന്നു എന്ന്. ഈ V മുരളീധരനും ശിവശങ്കരൻ തമ്മിലുള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഒരു കേസ് കഴിഞ്ഞ് പ്രതികൾക്കെതിരെ ചാർജ് കൊടുത്ത കേസിലാണ് പ്രധാനമന്ത്രി ഇത് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത്. ആ കൺഫ്യൂഷൻസിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ഡീലുകൾ ഉണ്ടാകുന്നു എന്നൊരു സംശയം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ശരി, ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടരുക ശ്രീ അനിൽ അക്കര. ഒരു കാര്യം കൂടി ഹരിദാസ് പറഞ്ഞിരുന്നുവല്ലോ, ഒരു കൂട്ടുകച്ചവടത്തിന്റെ കാര്യം. ഹരിദാസ്, അത് താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്? അനിൽ അക്കര കൂടി ടെലിഫോണിൽ ഉള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി അത് പറയുക.
ഒന്നുമില്ലേ മഞ്ജുഷ, ഇതേ അനിലക്കര ഇതുമാതിരി ടെലിഫോണിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. 2 പേരുടെ ഡയറിയെ അവിടെ സീസ് ചെയ്തിട്ടുണ്ട്. ഈ 2 ഡയറിയിൽ നിന്ന് കിട്ടാവുന്ന വിവരങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ഒട്ടുമിക്ക CPM-ന്റെ നേതാക്കളും അകത്താകാൻ പോന്നിട്ടുള്ള വിവരങ്ങൾ ആ ഡയറിയിലുണ്ട്. സതീശന്റെ ഡയറിയിലും അവിടുത്തെ സുനിൽകുമാറിന്റെ ഡയറിയിലും. അദ്ദേഹം പറയാത്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് 3 ലക്ഷം രൂപ ഒരു കോൺഗ്രസ് നേതാവ് സതീശനിൽ നിന്ന് വാങ്ങി എന്നുള്ളതും ആ ഡയറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത് ശ്രീ അനിലക്കര പറഞ്ഞിട്ടുള്ളതല്ല. അത് എന്നോട് മറ്റൊരാൾ പറഞ്ഞിട്ടുള്ളതാണ്. അതും ആ ഡയറിയിലുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ CPM-കാരും ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പിന്റെ വ്യാപ്തി കൂട്ടാൻ മാത്രം പ്രാപ്തമായിട്ടുള്ള എന്തൊക്കെയോ ആ ജില്ലയിൽ നടന്നിട്ടും ഇതിന്റെ അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ള EDക്ക് ഈ അന്വേഷണം എവിടെയും കൊണ്ട് ചെന്ന് എത്തിക്കാൻ സാധിക്കുന്നില്ല. ഈ അതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ സുനിൽകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ 5 പൈസയുടെ എന്താ പറയണ്ടത് സമ്പാദ്യമോ അല്ലെങ്കിൽ 5 പൈസയുടെ തിരിമറിയോ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ED വളരെയധികം വ്യക്തമാക്കിയിട്ടുള്ള സംഗതിയാണ്. ഇത്തരത്തിലുള്ള ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ഈ തട്ടിപ്പും വെട്ടിപ്പും നാളെ പുറത്തു വരും എന്നുള്ള ധാരണയോടുകൂടി കൃത്യമായ ഡയറി ഡേറ്റ് വെച്ചിട്ട് മണിക്കൂറുകൾ സൂചിപ്പിച്ചിട്ട് എഴുതിയ സുനിൽകുമാറിന്റെ ഡയറിയിൽ നിന്ന് മാത്രം CPM-ന്റെ തൃശ്ശൂർ ജില്ലയിലെ 1/2 ഡസൻ നേതാക്കൾ ഇന്ന് അകത്തു പോകേണ്ട അവസ്ഥയിലാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിൽ ശ്രീ അനിലക്കരെ പറഞ്ഞ കാര്യത്തിലെ എന്തായി പിന്നീട് ഈ അന്വേഷണത്തിന്റെ ഗതി എന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തായി എന്നോ ഹൈക്കോടതിയിൽ ഒന്ന് ചോദ്യം ചെയ്യാൻ ഒരു രാഷ്ട്രീയ നേതാക്കൾക്കും താല്പര്യമില്ല. കാരണം ഈ ഡയറിയിൽ നിന്നും പുറത്തു വരാവുന്ന വിവരങ്ങൾ ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ബാധിക്കും. അല്ല, ഞങ്ങൾ ഈ കേസിനകത്ത് ഞങ്ങൾ പ്രതിപക്ഷത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. സംസ്ഥാന ഭരണമോ കേന്ദ്ര ഭരണമോ ഞങ്ങളുടെ കയ്യിലില്ല. അന്വേഷണ ഏജൻസി ഒന്ന് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളും സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുമാണ് ഉള്ളത്. ആ അന്വേഷണ ഏജൻസികൾ ആരാണ് കോൺഗ്രസ്സുകാരായ ആളുകൾ പ്രതിസ്ഥാനത്തുണ്ടെങ്കിൽ അവരെയൊന്നും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല. ഇവിടെ വയനാട് പുൽപ്പള്ളി ബാങ്കിൽ ഉണ്ടായ വിഷയത്തിൽ KPCC ജനറൽ സെക്രട്ടറിയാണ് അബ്രഹാമിനെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിനെ സംരക്ഷിക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ എടുത്തോ? ഇവിടെ തൃശ്ശൂരിൽ തന്നെ കാട്ടകാമ്പാൽ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് ബാങ്കിൽ 1 കോടി രൂപയുടെ തിരിമറി നടന്നു. അവിടുത്തെ ബാങ്കിലെ സെക്രട്ടറി പഴയ യൂത്ത് കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായ പെറ്റീഷൻസ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ അവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കൊടുത്തു. അപ്പൊ ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിരുന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതാണ്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന ആളുണ്ട് എന്ന് പിടിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടേതല്ല, അത് പോലീസിന്റേതാണ്. പോലീസിയുടെ ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിമർശനമാക്കാം, അത്രയും പറയാൻ കഴിയും. ശരി, അല്പസമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരുക ശ്രീ അനിലക്കര. ശ്രീ പണിക്കർ, EDയുടെ അന്വേഷണം എവിടെയും ചെന്ന് നിൽക്കുന്നില്ല, എവിടെയും എത്തുന്നില്ല, ഒരു ഫലപ്രാപ്തിയിലേക്ക് വരുന്നില്ല. അതാണ് സംശയം ഉയരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഇത് ഉദിച്ചുയരുന്നുവെന്ന്. കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് കേൾക്കുന്നുണ്ട്. അല്ല, നോക്കൂ, ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ആ ഒരു വിഷയം വീണ്ടും പൊങ്ങി വരികയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡീൽ എന്നുള്ളതിനെ സംശയിക്കാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയും അവിടെ ഇല്ലല്ലോ. അതല്ലായിരുന്നുവെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡീല് നടക്കുകയും ആ ഡീല് നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് BJPക്ക് ഒരു ഗുണമുണ്ടാവുകയും വേണം. അപ്പൊ ആ ഗുണമുണ്ടാകുന്നതിന്റെ പേടിപ്പിച്ച ഡീൽ ഉണ്ടാക്കാം. BJPക്കാണല്ലോ ആത്യന്തികമായി ഗുണം കിട്ടേണ്ടത് തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമ്മളിവിടെ പറയുന്നത് എന്തിനാണ്? തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരും ആലത്തൂരും BJP സ്ഥാനാർത്ഥികൾ ജയിക്കും എന്നാണോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല, തൃശ്ശൂരിനായിട്ടുള്ള ഡീൽ എന്നുള്ള ആരോപണമാണ് വരുന്നത്. അല്ല, തൃശ്ശൂരിനായിട്ടുള്ള ഡീലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കാരണം അങ്ങനെയാണെങ്കിൽ അത് വന്നതിന് ശേഷം അവിടെ ശ്രീ സുരേഷ് ഗോപി ജയിക്കുകയും തുടർ നടപടികളൊന്നും തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകാതിരിക്കുകയും വേണം. എന്തായാലും നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരൊറ്റ വിഷയം മാത്രമല്ല, മറ്റ് 2 വിഷയങ്ങൾ കൂടി ഇതിൽ ചേർത്ത് വെച്ചു. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞത് ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഡീൽ എവിടെ നടക്കും? ഇപ്പോൾ നമ്മളെല്ലാം അറിയാവുന്നതുപോലെ, ഞാൻ തന്നെ മുമ്പ് ചർച്ചകളിൽ പറഞ്ഞതുപോലെ, ആ വിഷയത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഒരു മെല്ലെപ്പോക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ നമ്മൾ മുന്നിൽ കണ്ടിട്ടാണ് എങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡീൽ എവിടെയാണ് നടക്കുക, ഏത് മണ്ഡലത്തിലാണ് നടക്കുക തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമുക്ക് വ്യക്തത വേണം. അതല്ലാതെ നാളെ ഒരു കാലത്തേക്ക് നമ്മൾ പിന്നീട് ഇതൊരു ആരോപണമായിട്ട് പറയാനായിട്ട് ബാക്കിയിടുന്ന ഒരു കാര്യമായി ഇത് മാറാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇത് കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ കോടതി പരിഗണിക്കുന്ന സമയത്ത് EDയോട് ഒന്ന് വഴങ്ങുക. അനിൽ എന്താണ്? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഇപ്പൊ ആരും ചർച്ച ചെയ്യാറില്ല. പക്ഷെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കഴിഞ്ഞൊരു കേസ് എന്നുവെച്ചാൽ ED അതിന്റെ അന്വേഷണം അവസാനിച്ച കേസ് പിന്നെ എയറിലേക്ക് വരുന്നതും ചർച്ചയാക്കുന്നതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അതെ, അല്ല, ഞാൻ പറയുന്നത്
ആ വിഷയം വീണ്ടും പൊതുസമക്ഷത്തിൽ കൊണ്ടുവരുന്നത് അത് ആക്റ്റീവായിട്ടുള്ള ഒരു ചർച്ചയിൽ നിൽക്കാതിരിക്കുന്ന സമയത്ത് തന്നെ പ്രധാനമന്ത്രിയാണത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ അതിനെ ഒരു ഭയപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു ഡീൽ സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എങ്കിൽ അവിടെ അദ്ദേഹം എന്തിനെയാണ് ഇവിടെ എടുത്ത് ലൈനിൽ വെക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്രെഡിബിലിറ്റിയാണ്. കാരണം നാളെ ഒരു കാലത്ത് ആൾക്കാർക്ക് വീണ്ടും ചോദിക്കാവുന്നത്, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മെല്ലപ്പോക്ക് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി തന്നെ ഇവിടെ വന്നിട്ട് ഈ ഒരു വിഷയം ഉയർത്തിയതല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സീറ്റ് കിട്ടിയാലും ഇല്ല എങ്കിലും നാളെ യാതൊരു വിധത്തിലുള്ള നടപടികളും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ പിന്നെ പ്രധാനമന്ത്രി എന്തിനാണിത് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയാണ് റിസ്കിലാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയേണ്ടത്, തൃശ്ശൂരിൽ അങ്ങനെ ഒരു ഡീലുണ്ട്, തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി ജയിക്കും, പകരം എന്താ അവിടെ സംഭവിക്കുക? പകരം അവിടെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ രണ്ട് കേസുകളിലും യാതൊരു വിധത്തിലുള്ള തുടരന്വേഷണവും ഉണ്ടാകരുത്. അങ്ങനെയാണല്ലോ ഡീൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. നേരെ മറിച്ച് അവിടെ BJP സ്ഥാനാർത്ഥി പരാജയപ്പെടുകയോ BJP സ്ഥാനാർത്ഥി ജയിച്ചതിന് ശേഷവും അവിടെ അന്വേഷണം മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വാക്കുകളെല്ലാം തന്നെ നമുക്ക് തിരിച്ചെടുക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാൻ പറ്റുന്ന ഒരു വിദൂര സാധ്യതയായിട്ട് അവിടെ ഇടുന്നതിന് പകരം വളരെ കൃത്യമായിട്ട് നമ്മൾ പറയണം, ഇവിടെ ഡീലുണ്ട്, തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി ജയിക്കും. ആ നിലയ്ക്ക് പറയാനായിട്ട് നമുക്ക് ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു ഡീലിന്റെ കാര്യം നിങ്ങൾ പറയുമോ? അങ്ങനെ ഒരു ഡീലിന്റെ കാര്യം നിങ്ങൾ പറയുമോ അനിൽ? അല്ല, ആ ഡീല് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അതിന്റെമായി ബന്ധപ്പെട്ട വിഷയം നേരത്തെ കഴിഞ്ഞുപോയ വിഷയമാണ്. അതാ ഞാൻ പറഞ്ഞത്, അതിന്റെ ഒരു ഇരയായി നിൽക്കുന്ന ഒരാളാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. എന്റെ പഞ്ചായത്ത് ഉൾപ്പെടെ, എന്റെ വാർഡ് ഉൾപ്പെടെ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ജയിക്കുന്നതും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ജയിക്കുന്നതും പഞ്ചായത്ത് സ്ഥാനാർത്ഥി എന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നതും ആ പഞ്ചായത്തിൽ CPM BJP നടത്തിയ എനിക്കെതിരായി നടത്തിയ ഒരു മൂവ്മെന്റ് ഭാഗം ഞാനത് നേരിട്ട് അനുഭവിച്ച ആളാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനമെടുത്തത്. മഞ്ജുഷിന് അറിയാവുന്ന വിഷയമാണ്. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രിയാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്, ഞങ്ങളാരുമല്ല. അത് പിന്നെ ശ്രീജിത്ത് പറഞ്ഞ കാര്യം കറക്റ്റാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണ്. ഇവിടെ സുരേഷ് ഗോപി പദയാത്ര നടത്തിയതിനു ശേഷം ഈ തെരഞ്ഞെടുപ്പിലൊന്നും അദ്ദേഹം ഒരു സ്ഥലത്ത് പോലും കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ഞാൻ മാത്രമാണ്. എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കൂ, വേറെ ആരെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് കരിവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പ്രതികരിക്കുന്നുണ്ട്? ഞാനല്ലാതെ. അപ്പൊ ഞാനിത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഞങ്ങൾ ഈ ഡീലുണ്ട് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, AC മൊയ്തീനെ എന്തുകൊണ്ട് ECIR-നകത്ത് പ്രതി ചേർക്കുന്നില്ല? നമ്മൾ 43 ലക്ഷം രൂപ മരവിപ്പിക്കുകയും അത് ശരിവെക്കുകയും ചെയ്തതല്ലേ? എങ്ങനെയാണ് കള്ളപ്പണം കണ്ട് ഇത് കരിവന്നൂർ കേസുകളിലെങ്കിൽ എനിക്ക് ആരോപണമുണ്ട്. ലൈഫ് മിഷൻ കേസിൽ അയാൾ 2 കോടി രൂപ വാങ്ങിയുള്ള ആരോപണം എനിക്ക് നിൽക്കുന്നുണ്ട്. ആരോപണം കേസായി നിൽക്കുന്നുണ്ട്. ആ കേസിൽ എനിക്കെതിരെ മാനനഷ്ടം 1 കോടി കൊടുത്തത് 10 ലക്ഷമാക്കി ചുരുക്കിയ മൊയ്തീൻ എന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കരിവന്നൂർ കേസിനകത്ത് 43 ലക്ഷം രൂപയുടെ മൊയ്തീന്റെ കണ്ടുകെട്ടിയ സ്ഥിരപ്പെടുത്തിയ മൊയ്തീനെ പ്രതിയാക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ വീണ്ടും ആ കേസ് ലൈവായി വരുന്ന സാഹചര്യത്തിൽ എന്തോ നമുക്കത് മണക്കുന്നുണ്ട്. അപ്പൊ അതിനെ തടയേണ്ടത് ഉത്തരവാദിത്തമാണ്. ഇവിടെ CPM-ഉം BJP-യും ചേർന്ന് വോട്ട് ചെയ്താൽ സുരേഷ് ഗോപി ജയിക്കുമെന്നാണോ കരുതുന്നത്? തൃശ്ശൂർ പോലെ സംസ്കാര സമ്പന്നമായ ഒരു കേന്ദ്രത്തിൽ അവരൊരുമിച്ചാൽ പോലും കേരളത്തിലെ പ്രബുദ്ധതയുള്ള ഏറ്റവും രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു സമൂഹമുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്നുള്ളത്. ഞങ്ങൾ മാക്സിമം BJP-യുടെയും രാഷ്ട്രീയ വിഷയം. ശരി അനിൽ, ഒന്ന് തുടരുക. ശ്രീജിത്ത്, ഇദ്ദേഹം പറഞ്ഞത്, അനിൽ പറയുന്നത് AC മൊയ്തീന്റെ കാര്യമാണ്. ഇപ്പോൾ ആ ഫ്രീസ് ചെയ്തതും കണ്ടുകെട്ടിയതും ഒക്കെ അത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കോടതി ഇക്കാര്യത്തിൽ മൊയ്തീനെതിരെയായിട്ടാണ് ഉത്തരവ് കൊടുത്തത്. എന്നിട്ടും എന്തുകൊണ്ട് മൊയ്തീൻ ECIR-ലേക്ക് വരുന്നില്ല എന്നാണ്? അല്ല, അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി പല ഘട്ടങ്ങളിലായി നടത്തുന്ന ഇടപെടലുകളിൽ താമസമുണ്ട് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിനോടൊപ്പം തന്നെയാണ് ഞാൻ. പക്ഷേ ഇവിടെ അദ്ദേഹം വീണ്ടും ഈ പറഞ്ഞു വരുന്ന സമയത്ത് ആവർത്തിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ അദ്ദേഹമല്ലാതെ മറ്റൊരു രാഷ്ട്രീയ നേതാവും സുരേഷ് ഗോപി ഇൻക്ലൂഡഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതികരിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഞാൻ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന ചില വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. ആ വീഡിയോകളിലൊക്കെ അദ്ദേഹം ഈ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ പറയുന്നതിൻ്റെ വീഡിയോകളായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഇനി ഏതെങ്കിലും ഒരു പ്രസംഗമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ അതിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ എനിക്കത് അറിയില്ല. കാരണം അത് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ ആൾക്കാർ സംസാരിക്കുന്നതാണ്. നമ്മളൊന്നും അത് അങ്ങനെ ക്ലോസ്ലി അങ്ങനെ വാച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇനി അഥവാ അങ്ങനെ അദ്ദേഹം പറയുന്നില്ല എന്ന് കരുതിക്കോളൂ. ശ്രീ അനിലക്കര പറയുന്നത് പോലെ അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കുന്നത്, സുരേഷ് ഗോപി സംസാരിക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കണം അവിടെ ഉണ്ടാകുന്ന ഡീൽ? സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് അവിടെ CPM വോട്ട് മറിക്കുന്നു എന്നുള്ളതായിരിക്കണമല്ലോ ഡീൽ. അതുകൊണ്ടാണ് ഞാൻ ശ്രീ അനിലക്കരയോട് ചോദിച്ചത്, ഉത്തമ ബോധ്യത്തിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ ഇങ്ങനെ ഒരു ഡീൽ അവിടെ ഉണ്ട്,
അതിൻ്റെ ഭാഗമായി സുരേഷ് ഗോപി ജയിക്കും, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായിട്ടുള്ള ഒരു ഡീലാണ് അവിടെ നടക്കുന്നത്. പക്ഷെ അദ്ദേഹം അത് പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഡീൽ ഉണ്ടായാലും സുരേഷ് ഗോപി ജയിക്കാൻ പോകുന്നില്ല എന്നാണ്. അത് അദ്ദേഹം മറുപടി ഡീൽ ഉണ്ടായാലും അതാണ് ഞാൻ പറഞ്ഞത്. എന്നാലും അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിലും സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ ബോധ്യം കോൺഗ്രസിനോ ശ്രീ അനിൽ അക്കരയ്ക്കോ മാത്രമല്ലല്ലോ ഉണ്ടാകേണ്ടത്. വോട്ട് കൊടുക്കാനിരിക്കുന്ന CPM-നും വോട്ട് വാങ്ങാനിരിക്കുന്ന BJP-ക്കും കൂടി ആ ബോധ്യം ഉണ്ടാകേണ്ടതല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഡീൽ കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവുമില്ല, പിന്നെ എന്തിനു ഡീൽ എന്ന് അവർ വിചാരിച്ചാൽ എന്താ അതിൻ്റെ വ്യത്യാസം? അപ്പോൾ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഡീൽ ഉണ്ട് എന്നും അത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ് എന്നും പറഞ്ഞൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ മറുഭാഗത്ത് ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ തന്നെ അതിനെ നിരാകരിക്കുകയാണ്. എങ്കിൽ പോലും അദ്ദേഹം ജയിക്കില്ല എന്ന രീതിയിലത്തേക്ക് പറയുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ പറയാനായിട്ടുള്ള ഒരു കാര്യത്തിനെ ബാക്കിയിടുകയാണോ, നീക്കി വെക്കുകയാണോ എന്നുള്ള ചോദ്യം അതുകൊണ്ടാണ്. അതല്ല എങ്കിൽ ഉത്തമ ബോധ്യത്തിൽ പറയണം, ഇതാ ഇവിടെ CPM വോട്ട് മറിച്ചാൽ. ഇനി ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയട്ടെ, തൃശ്ശൂർ പോലെയല്ല ഏതൊരു മണ്ഡലത്തിൽ, ഇപ്പോൾ തിരുവനന്തപുരം ആയിക്കോട്ടെ, പാലക്കാട് ആയിക്കോട്ടെ, എവിടെയായാലും CPM വോട്ട് മറിക്കാമെന്ന് വിചാരിച്ചാൽ BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവും വേണ്ട. അതിപ്പോൾ തിരുവനന്തപുരത്തായിക്കോട്ടെ, തൃശ്ശൂരായിക്കോട്ടെ, മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിലായിക്കോട്ടെ, CPM അവരുടെ വോട്ട്, ഇപ്പോൾ CPI മത്സരിക്കുന്ന സീറ്റുകൾ 4 സീറ്റുകൾ, ആ 4 സീറ്റുകളിലും CPM വിചാരിക്കുകയാണ് ശരി ഞങ്ങളുടെ വോട്ട് ഇവിടെ BJP-ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ വയനാട് ഒഴികെ ബാക്കി ഏതൊരു സ്ഥലത്തും BJP-ക്ക് ജയിക്കാം. കാരണം അങ്ങനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കേഡർ സംവിധാനം കൃത്യമായിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് CPM. അവരത് ചെയ്യുമെന്നുള്ള രീതിയിലുള്ള ആരോപണമൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് ചെയ്യിപ്പിക്കാനുള്ള സംഘടനാ സംവിധാനം അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ അവിടെ ഒരു എക്സെപ്ഷൻ ഒന്നും ആകേണ്ടുന്ന കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് ആ രീതിയിലത്തേക്ക് സുരേഷ് ഗോപി ജയിക്കും, ഇതാണ് അതിന്റെ ഡീൽ എന്ന് പറയാനായിട്ട് കോൺഗ്രസ്സുകാർക്ക് കഴിയുമോ? അതിനെ പരാജയപ്പെടുത്താൻ നാട്ടുകാർ ശ്രമിക്കുമെന്നുമാണോ അദ്ദേഹം പറയുന്നതെന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, ഇതിനകത്ത് മനസ്സിലായ കാര്യം, ഇത് പറഞ്ഞിരുന്നത് ആരാണ്? ED-യെ കൊണ്ടുവന്ന് പേടിപ്പിച്ച് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പരവതാനി ഒരുക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം പോളിറ്റ് ബ്യൂറോ അംഗമായ A. വിജയരാഘവനാണ് ആദ്യത്തെ പ്രസംഗം നടത്തുന്നത്. ഞങ്ങൾ ആരുമല്ല. ED-യെ കൊണ്ടുവന്ന് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം, സുരേഷ് ഗോപിക്ക് പരവതാനി വിരിക്കാനാണ് ED വരുന്നത് എന്ന് LDF-ന്റെ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചത് A. വിജയരാഘവനാണ്. ED ഓഫീസുകളുമായി ബന്ധപ്പെട്ട് മാർച്ച് നടത്തി CPM-ആണ്. ഇവിടെ അവരുടെ എല്ലാ സ്ഥലങ്ങളും ED-ക്കെതിരായുള്ള വലിയ മൂവ്മെന്റുകൾ നടന്നു. അതിനുശേഷം ഇപ്പോഴും പിന്നെ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു. ഇപ്പൊ CPM-ഓ അതുപോലെ തന്നെ BJP-യോ ഇതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു തർക്കവും ഈ വിഷയത്തിലില്ല. ഞാൻ അതാണ് പറഞ്ഞത്. അരവിന്ദ് ദാഷൻ ജയിലിൽ കിടക്കുകയാണ്. എനിക്ക് അരവിന്ദ് ദാഷനെ അറിയാം. എന്റെ നിയോജകമണ്ഡലത്തിലെ വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലത്തിലെ വടക്കാഞ്ചേരിയിലെ കൗൺസിലറാണ്. മികച്ച പൊതുപ്രവർത്തനാണ്. അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിധമായ പണയിടപാടുകൾ ഉണ്ടായി എന്നത് സത്യമാണ്. പക്ഷെ ആ പ്രദേശത്ത് അറിയപ്പെടുന്ന പൊതുപ്രവർത്തനാണ്. ആ പൊതുപ്രവർത്തനെ ED തല്ലി എന്ന് പറഞ്ഞ് ഒരു നടപടി പോലും എടുക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞില്ല. ആ അരവിന്ദ് ദാഷൻ പിന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരായുള്ള ആരോപണം ഉയർത്തി. ആ ആരോപണം ഉയർത്തിയപ്പോൾ അവർക്കെതിരെ നടപടി എടുത്തില്ല. എന്നാൽ അരവിന്ദ് ദാഷനെതിരെ നടപടി എടുത്തു. അരവിന്ദ് ദാഷനെതിരെ നടപടി എടുത്തില്ല. ഇപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്? ഈ പറയുന്ന BJP എന്ന് പറയുന്ന സംവിധാനം, ഇവിടെ ശ്രീജിത്ത് പറഞ്ഞ എന്താണ് ഈ പറയുന്ന, ഞാൻ അതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമല്ല, കിരീടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സുരേഷ് ഗോപി മറുപടി. ഞാൻ സഹകരണ കൊള്ളക്കാരെ പിന്നെ തകർക്കാനാണ് വന്നത് എന്ന് മാത്രം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വന്നത്. അല്ലാതെ ഈ വിഷയത്തിൽ ഒരു ഫോളോ അപ്പും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP നേതാക്കന്മാരോ CPM നേതാക്കന്മാരോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം ഇവിടെ കൃത്യമാണ്. തൃശൂർ ജില്ല എന്ന് പറയുന്ന സ്ഥലത്ത് CPM എന്ന് പറയുന്ന പാർട്ടി വോട്ട് മറയ്ക്കാൻ തീരുമാനിച്ചാൽ അങ്ങനെ വോട്ട് മറഞ്ഞു പോകുന്ന CPM-കാരെല്ലാം എവിടെയുള്ളത്? T. ശശിധരനെ പോലെ, ബേബി ജോണിനെ പോലെ പാർട്ടിക്കകത്ത് ശക്തമായി ഒരു ഘട്ടങ്ങത്ത് വലിയ രീതിയിൽ പ്രതിരോധം കൊണ്ടുവന്ന് പുതിയ സെക്രട്ടറി EP ജയരാജനെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായ ജില്ലയാണ്. അതുകൊണ്ട് അങ്ങനെ BJP-ക്ക് വോട്ട് പറഞ്ഞാൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളൊന്നും വോട്ട് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്ക് അവരെ സംരക്ഷിക്കേണ്ടതും അതിനെ പ്രതിരോധിക്കേണ്ടതും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ പിന്നെ എവിടെയാണ് ശ്രീ അനിലക്കര ഡീൽ? ഡീലിന്റെ കാര്യം എത്ര ചർച്ച ചെയ്താലും തീരില്ല. ഡീലിന്റെ കാര്യം എത്ര ചർച്ച ചെയ്താലും തീരില്ല. അത് പരസ്പരമുള്ള ആരോപണമായിട്ട് നിൽക്കും. ശരി ശരി. ഡോക്ടർ ബി ജയരാജ് അരവിന്ദ് ദാഷിനെ പോലും തള്ളി പറയാൻ പറ്റാത്ത പാർട്ടിയാണ് ഇപ്പോൾ ED ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതിനെ കുറ്റം പറയുകയും ED വിരട്ടാൻ നോക്കേണ്ട എന്നൊക്കെ പറയുന്നത്. അരവിന്ദ് ദാഷിനെ മർദ്ദിക്കുകയും അരവിന്ദ് ദാഷിന്റെ മകളുടെ കല്യാണം നടത്താൻ അനുവദിക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അരവിന്ദ് ദാഷിന്റെ കയ്യിൽ നിന്ന് ഇല്ലാത്ത തെളിവുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഡീലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡീലിനെ കുറിച്ച് എനിക്കൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇതങ്ങ് അവസാനിപ്പിക്കാം.
ഈ ഡീല് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയത് വേറെ ആരുമല്ല, KG മാരാർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അവിടെ ഉണ്ടായിരുന്ന ഡീൽ ഏതാ അറിയാമോ? അഡ്വക്കേറ്റ് രത്നസിംഗ് മത്സരിച്ചപ്പം കോ-ലീബി സഖ്യം എന്ന് വളരെ വിഖ്യാതമായ കോൺഗ്രസ്, ലീഗ്, BJP ആ സഖ്യം കണ്ടൊരു നാടാണ് കേരളം. അതുകൊണ്ട് ഡീലിനെ കുറിച്ച് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണമൊന്നും പറയണ്ട. ഡീലുകൾ കേരളം കൃത്യമായിട്ട് കണ്ടിട്ടുള്ളത് BJP കോൺഗ്രസിന് വോട്ട് മറിച്ചു കൊടുത്ത ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ പറയാം, എന്റെ സ്വന്തം ജില്ലയായ കൊല്ലത്ത് വളരെ രസകരമായ ഒരു ഡീലാണ് ഇപ്പൊ BJPയും കോൺഗ്രസുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല, അത് റവല്യൂഷണറി എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ഞാൻ 2-3 പ്രാവശ്യം ഈ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്, എങ്ങനെയാണ് അവിടെ ഡീല് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെയാണ് ഡീല്, അല്ലാതെ ഈ പറഞ്ഞത് നമുക്കറിയാം. പിന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യം, സ്വർണ്ണക്കള്ളക്കടത്ത് അടഞ്ഞ അധ്യായമാണെങ്കിൽ വീണ്ടും തുറക്കാനായിട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ ഉദ്ഘാടനം, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പിലെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പോലെയാണല്ലോ ഇവിടെ വരുന്നതും. അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി അവിടെ വെച്ചിട്ടാണ് ഒരു ഓഫീസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം ആദ്യമായിട്ട് പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത്. പക്ഷെ ഈ സ്വർണം ആര് കൊണ്ടുവന്നു, ആർക്ക് കൊണ്ടുവന്നു എന്ന് കൃത്യമായിട്ട് മറുപടി പറയാൻ കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകന് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. ആരാണ് കുറ്റം ചെയ്തത്, ആർക്കാണ് ഇത് കൊണ്ടുവന്നത്? ഇതൊന്നും പറയാതെ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അരികുകളിലൂടെ മാത്രം ഇനി അങ്ങനെ വല്ല നടന്നിട്ടുണ്ടോ, ആരാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പങ്കാളികൾ എന്നൊക്കെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. പിന്നീട് അതിനുശേഷം എത്ര ആരോപണങ്ങൾ ഇങ്ങനെ വന്നു. ആ ആരോപണങ്ങളെല്ലാം കുറച്ചുനാൾ നീണ്ടു നിൽക്കുകയും പിന്നെ അതിന്റെ ആരോപണങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് പറഞ്ഞാൽ കരുവന്നൂരിൽ ഇക്കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ടെന്നും നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. നിക്ഷേപകർ ഇപ്പോഴും പണത്തിനായി നെട്ടോട്ടം ഓടുകയാണ്, തിരിച്ചു കൊടുക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഒരു ബാങ്കില് നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുള്ളത് BJP ഭരിക്കുന്ന 16 സഹകരണ ബാങ്കിൽ ഇതുപോലെ തിരിമറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന 37ഓളം ബാങ്കുകൾ ഇതുപോലെയുള്ള തിരിമറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും ചർച്ചയല്ല. കരുവന്നൂർ മാത്രമാണ് ചർച്ചയായതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായി. അതായത് ഒരു ബാങ്കിനകത്ത് ഇങ്ങനെ ഒരു ഡീല് നടന്നറിയുമ്പോഴത്തേക്കും നിക്ഷേപകർക്ക് പണം ആവശ്യം വരും. അതിന്റെ ചിലർക്ക് ചികിത്സാർത്ഥത്തിൽ കൊടുക്കേണ്ടുന്ന പണമായിരിക്കാം. അപ്പൊ ഈ അക്കൗണ്ട്സ് എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാനോ പറ്റാത്തതുകൊണ്ട് 4 പേരുടെ മരണത്തിന് അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അതൊരു വലിയ വില തന്നെയാണ് കൊടുക്കാൻ പറ്റുന്നത്. ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നത് ഇത്രയും ലഘൂകരിച്ച് കാണേണ്ട ഒരു വിഷയമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഡോക്ടർ B. ജയരാജ് പറഞ്ഞതുപോലെ ലഘൂകരിച്ച് കാണേണ്ട ഒരു വിഷയമല്ല, ക്രമക്കേട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഉള്ള സംശയം ഇത്രയേ ഉള്ളൂ, ED എന്തുകൊണ്ട് അന്വേഷണം. ശരി, താങ്കളിലേക്ക് വരാം. ഡോക്ടർ B. ജയരാജ്, താങ്കളിലേക്ക് വരാം. ഈ അനിൽ അക്കരെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അനിൽ അക്കരെ സത്യസന്ധമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. കാരണം അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളാണ്. അതിൽ ഒരിടത്തും ഒരു സംശയത്തിന്റെ ഇട നൽകുന്ന കാര്യങ്ങളൊന്നും. പിന്നെ ഈ ഡീലിന്റെ കാര്യമൊക്കെ അത് രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പറയും. അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവസാനം അന്വേഷണം കഴിഞ്ഞാലേ അറിയാൻ പറ്റുകയുള്ളൂ. താങ്കൾ പക്ഷേ ഇപ്പോൾ ഈ പ്രതീക്ഷയില്ലാത്തവനെ പോലെ സംസാരിക്കുന്നുണ്ട്. കാരണം ഈ മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ നിക്ഷേപകർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഒരേജൻസി അന്വേഷിച്ചാലും ഒന്നും കണ്ടുപിടിക്കില്ല എന്ന് പറയുന്നത്. ഏജൻസികൾ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്തുണയുള്ള LDF സ്ഥാനാർത്ഥി ശ്രീ സഖാവ് പിണറായി വിജയനെ വിജയിപ്പിക്കുക 1974 ഒരു പോസ്റ്ററാണ് സാർ അങ്ങേക്ക് കാണണമെങ്കിൽ ജയരാജിന് കാണാം. അപ്പോൾ ഈ ഡീലിന്റെ കാര്യം ഇപ്പോൾ താങ്കൾ BJPയുമായിട്ടുള്ള KG മാരാരുടെ ഒരു ഡീലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത്തരത്തിൽ ഡീൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് സാർ. പ്ലീസ്, ശ്രീ അനിൽ അക്കരയുടെ ആത്മാർത്ഥതയ്ക്ക് യാതൊരുവിധ കളങ്കവുമില്ല മഞ്ജുഷേ. അദ്ദേഹം പറഞ്ഞതാണ് ശരി. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കൂ, എൻ്റെ യൂട്യൂബ് നോക്കൂ. ഞാൻ മാത്രമാണ് കേരളത്തിലെ ഈ കരുവന്നൂർ കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ സത്യം പുറത്തു വരണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് തന്നെയാണ് ഒരു തൃശ്ശൂർക്കാരനായ എന്നെ വ്യാകുലചിത്തനാക്കുന്നത്. എന്തുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ മറ്റൊരു കോൺഗ്രസ് നേതാവ് പോലും ശ്രീ അനിൽ അക്കരയുടെ പിന്നിലുണ്ട് എന്ന് തോന്നുന്ന വിധത്തിൽ പെരുമാറുന്നില്ല? ഇനി അടുത്തത്
വീണ വിജയനുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ശ്രീ മാത്യു കുഴൽനാടൻ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് കേരളത്തിൽ ആർക്കാണ് സംശയം? പക്ഷേ മാത്യു കുഴൽനാടനും അനിലക്കരയും ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ട് ഈ രണ്ട് വിഷയങ്ങളുടെയും സത്യസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ചില ഡീലുകളുടെയും ചില അന്തർധാരകളുടെയും സംശയം എന്നെ പോലുള്ളവർക്ക് ഉദിക്കുന്നത്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യം ഞാൻ എന്നെ പറ്റി മാത്രമല്ല, ഈ അന്വേഷണങ്ങളിൽ ഒന്നും തന്നെ ഇതെല്ലാം പുകമറയാണ്. ഒന്നാമത് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാന കേരളത്തിൽ വന്ന് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അത് ആ പദവിക്ക് യോജിച്ച വിധത്തിലുള്ള ഒരു പ്രസ്താവനയല്ല. കാരണം അദ്ദേഹത്തിന് ഇത് പറയാമായിരുന്നു, ഒരു 2 വർഷം മുമ്പ് പറയാമായിരുന്നു. 24 മണിക്കൂർ കൊണ്ട് ഈ അന്വേഷണം CBI ഏൽപ്പിച്ചുകൊണ്ട് എവിടേക്കെങ്കിലും ഈ സ്വർണ്ണക്കള്ളക്കടത്തും ഈ ഡോളർ കള്ളക്കടത്തിൻ്റെയും കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കാൻ ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പ്രാപ്തിയുള്ളൂ. ആ വ്യക്തിയാണ് പറയുന്നത് എവിടെയാണ് ഇതൊക്കെ നടന്നത് എന്ന് ഞാൻ പറയേണ്ടല്ലോ. അത് വളരെ ചീപ്പായി പോയി. അത്തരത്തിലൊരു പ്രധാനമന്ത്രി ഒരു കാരണവശാലും പറയരുത് എന്നുള്ളൊരു അഭിപ്രായം കേരളത്തിലെ 10% ജനങ്ങൾക്ക് വേണ്ടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം അദ്ദേഹം ഇത് പറഞ്ഞതിന് ശേഷം ഫേസ്ബുക്കിലും എൻ്റെ വാട്സപ്പിലും വന്നിട്ടുള്ളത് ഏതെങ്കിലും ചർച്ചയിൽ താങ്കൾ ഇത് വിളിച്ചു പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ താങ്കൾ ചോദിച്ചില്ലേ, നിരാശയാണ് സാർ, നിരാശയാണ് ശ്രീ മഞ്ജുഷ്. 2 വർഷമായിട്ടുള്ള ഈ അന്വേഷണത്തിലെ വിശ്വാസവഞ്ചന, അതായത് അവിടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള 4 പേർക്ക് ആ പൈസ തിരിച്ചു കിട്ടാതെ മരണത്തെ സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുള്ള വിശ്വാസവഞ്ചന, തട്ടിപ്പ്, അതുപോലെ സഹകരണ സംഘങ്ങളുടെ നിയമം ലംഘിച്ച ഈ കേസൊക്കെ ഇനി ആരാണ് എടുക്കുക ശ്രീ മഞ്ജുഷ്? ഇവിടെ ED അന്വേഷിക്കുന്നത് ഈ മണി ലോണ്ടറിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസാണെന്ന് നമ്മൾ ഈ ചർച്ചയിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള അധികാരമേ അവർക്കുള്ളൂ. ഈ തരം തട്ടിപ്പുകൾ 2-3 വർഷമായി കോഴിയുടെ കാലുമ്പിൽ മുടിചുറ്റിയ മാതിരി ഒരു ക്രൈംബ്രാഞ്ച് ആ കേസ് ഏറ്റെടുത്തിട്ട് ഇത്തരം തട്ടിപ്പുകളുടെ വ്യാപ്തി പുറത്തു വന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രശ്നത്തിന് പരിഹാരമാകൂ. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ട് 90 കോടി രൂപയുടെ തിരിമറിയാണ് നടന്നിരിക്കുന്നത്. അവിടെ ഒരു ഫർണിച്ചർ ബിസിനസ് നടത്തിക്കൊണ്ട് 100 കോടി രൂപയുടെ തിരിമറി നടന്നിട്ടുണ്ട്. ഇതൊന്നും EDയുടെ പരിധിയിൽ വരില്ല. ED വന്നതുകൊണ്ട് നമുക്കവിടെ നടന്നിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകളും ഒരു അരവിന്ദാഷിനെ പിടിച്ച് അകത്തിടാനും കഴിഞ്ഞതുകൊണ്ട് ഈ കേസ് അവസാനിക്കില്ല. ഇവിടെ ശ്രീ ജയരാജൻ വാചാലനായി 38 BJP ഭരിക്കുന്ന സഹകരണ സംഘങ്ങളും 42 കോൺഗ്രസ് ഭരിക്കുന്ന സംഘങ്ങളും. സാർ സമയമില്ല സാർ, വായിക്കാം സാർ. 262 CPM ഭരിക്കുന്ന സഹകരണ ങ്ങളിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട് സാർ. അപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ 3-4 ഇരട്ടി തട്ടിപ്പ് നടന്നിരിക്കുന്നത് പാവപ്പെട്ടവന് വേണ്ടി രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണസമിതി ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിലാണെന്ന് പറയുന്നതിന് എന്ത് ന്യായീകരണമാണ് സാർ പറയാനുള്ളത്? സഹകരണ സംഘങ്ങളെ, സാധാരണക്കാരനെ ഭയപ്പെടുത്തും വിധം തൃശ്ശൂർ ജില്ല കേന്ദ്രീകരിച്ചിട്ട് ഈ നടത്തിയിട്ടുള്ള കൊള്ളയുടെ ഒരു വിവരങ്ങളും ഒരു വൻസ്രാവുകളും കുടുങ്ങാൻ പോകുന്നില്ല. അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് കരുവന്നൂർ ബാങ്കിൽ മാത്രമാണ് ഈ രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യം, അതുവഴി ട്രാൻസാക്ഷൻ നടത്തി CPM എന്നുള്ള കാര്യം. ജില്ലയിൽ മുഴുവൻ നോക്കുകയാണെങ്കിൽ 25 അക്കൗണ്ടുകൾ വേറെയുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ മാത്രം നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് നിസ്സാരമൊന്നുമല്ല. അത് മാത്രമല്ല മഞ്ജുഷ്, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇങ്ങനെ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കേരളത്തിൽ ആർക്കും ഒരു ക്രയവിക്രയോ ഒരു ബാങ്ക് വഴി ചെയ്യാൻ പറ്റില്ല. അത് കൊള്ളാം. ശരി, ശ്രീ പണിക്കർ ട്രാൻസ്പ്ലാന്റേഷൻ വേണം, എന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്, ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്, അത് നടത്തിയാൽ മതിയല്ലോ. അത് നടക്കില്ല ഡോക്ടർ B ജയരാജ്. ശ്രീ പണിക്കർ. അല്ല, ശ്രീ ജയരാജ് പറഞ്ഞിരിക്കുന്ന ഒരു വാദം അപഹാസ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്വേഷണം നടക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാത്രം പരിമിതപ്പെടുത്തിയാൽ മതി. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതേപോലെ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് അവിടേക്കൊന്നും പോയി അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ സിസ്റ്റം ആകെ ചളകുളമാണ് എന്നാണ് അദ്ദേഹം എങ്ങനെ തകർക്കുകയാണ് ഡോക്ടർ B ജയരാജ്? ഇവിടെ നിക്ഷേപകർ ഇട്ട പണം തിരികെ എടുക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ടു നമ്മൾ കണ്ടിട്ട് തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള വാദം ഉന്നയിക്കരുതേ ശ്രീ പണിക്കർ. ഞാൻ സംസാരിക്കുന്ന സമയത്ത് താങ്കൾ തടസ്സപ്പെടുത്താതിരിക്കൂ, അപ്പൊ അതിനുശേഷം അങ്ങേക്ക് അവസരം കിട്ടും. നോക്കൂ, ഇതിലൊരു വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. താങ്കൾ ആദ്യം പറഞ്ഞു, ഇപ്പോഴും താങ്കൾ ആവർത്തിക്കുന്ന ഒരു കാര്യം സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന രീതിയിലാണ്. ഞാൻ ചോദിക്കുന്നത്, സഹകരണ മേഖലയെ അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നശിപ്പിച്ച് സ്വന്തമായിട്ടുള്ള സ്വാർത്ഥ ലാഭം ഉണ്ടാക്കുന്ന തനിക്കും പാർട്ടിക്കും തനിക്ക് വേണ്ടപ്പെട്ടവർക്കും വേണ്ടി സാധാരണക്കാരുടെ പണത്തിനെ തട്ടിയെടുക്കുന്ന ആൾക്കാരുടെ പ്രവർത്തനമാണോ സഹകരണ മേഖലയെ നശിപ്പിക്കുന്നത്? അതോ അത്തരത്തിലുള്ള തട്ടിപ്പുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണോ സഹകരണ മേഖലയെ നശിപ്പിക്കുന്നത് എന്ന് പ്രാഥമികമായിട്ട് താങ്കൾ തന്നെ ഒന്ന് വിലയിരുത്തിയാൽ നന്നായിരിക്കും. ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം, താങ്കൾ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വാദം കടമെടുത്താൽ, താങ്കൾ പറഞ്ഞ കണക്ക് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഏതാണ്ട് 18ഓളം സഹകരണ സംഘങ്ങളിൽ BJP-യുടേതായിട്ടുള്ള തട്ടിപ്പുകളുണ്ട്. 18ഓളം സഹകരണ സംഘങ്ങളിൽ തിരുവനന്തപുരം ജില്ല, ശരി, മൊത്തത്തിലല്ല, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ, ശരി, ആയിക്കോട്ടെ, തിരുവനന്തപുരം ജില്ലയിൽ 18ഓളം സഹകരണ സംഘങ്ങളിൽ BJP-യുടെ തട്ടിപ്പുണ്ട്, 38ഓളം സഹകരണ സംഘങ്ങളിൽ കോൺഗ്രസിന്റെ തട്ടിപ്പുണ്ട്. അപ്പം മറ്റ് CPM-ന്റെ തട്ടിപ്പുകളെ പറ്റിയിട്ടുള്ളത് നമ്മൾ വാർത്തകളിൽ നമുക്ക് അറിയുകയും ചെയ്യാം. സാർ, ഈ ഒരൊറ്റ ഇൻഫർമേഷൻ പോരെ ഈ മേഖലയിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നതിന്? അതിനർത്ഥം എന്താണ്? ഏത് പാർട്ടി അധികാരത്തിലിരുന്നാലും, ഏത് പാർട്ടിയാണ് സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് വെച്ചാലും, അവിടെ എല്ലാം അഴിമതിയാണ്, അവിടെ എല്ലാം തന്നെ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ മേഖല ചളകുളമാണ് എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കണം. നിലവിലുള്ള നിയമങ്ങൾ അതിന് പ്രാപ്തമല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ ജില്ലകൾ തിരിച്ച് ഇതേപോലെ പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കേന്ദ്ര നിയമം ആ കാര്യത്തിൽ ഉണ്ടാകണം. അത് പറയുന്ന സമയത്ത് അന്വേഷിക്കാൻ വരുന്ന ആൾക്കാർ ഈ മേഖലയെ നശിപ്പിക്കുന്നവരാണ്, കേന്ദ്ര നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ മേഖലയെ നശിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. ഇനി മറ്റൊരു കാര്യം നോക്കൂ, ഈ നമ്മളീ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഡീലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നതെല്ലാം തന്നെ എല്ലാ കാലത്തും ഉള്ളതാണ്, ആരോപണങ്ങളാണ്, ചിലതൊക്കെ തെളിയിക്കപ്പെട്ടതാണ്. പക്ഷേ അല്പം മുമ്പ് ശ്രീ ഹരിദാസ് പറഞ്ഞിരിക്കുന്നതിൻ്റെ വാസ്തവം അത് ശരിയായ രീതിയിലുള്ള ഒരു കാര്യമാണോ ആ പോസ്റ്റർ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിൽ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 1974 കൂത്തുപറമ്പിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 70 കഴിഞ്ഞിട്ട് പിന്നെ 77-ലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തന്നെയുമല്ല, 74-ൽ ഇറങ്ങുന്ന ഒരു പോസ്റ്ററിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരുണ്ടാകാൻ സാധ്യതയില്ല. കാരണം BJP എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1980-ലാണ്. ഒരുപക്ഷെ അതിനു മുമ്പുള്ള അതിൻ്റെ ജനതാ പാർട്ടി എന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് വെർബാറ്റിം അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതൊക്കെയാണ് എങ്കിലും നമ്മൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഡീലുകളെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ ശ്രീ ജയരാജനോട് ചോദിക്കുന്നത്, തിരുവനന്തപുരത്തെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഒന്നൊഴികെ ശ്രീ വിൻസെന്റ് ജയിച്ചിരിക്കുന്ന മണ്ഡലം ഒഴികെ 6-ലും വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി CPM-ന്റെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് CPM 3ാമത് പോകുന്നത്? ഈ 6 ഇടത്തും വളരെ കൃത്യമായിട്ട് 1ാം സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇടതുപക്ഷത്തിന് എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ എല്ലായ്പ്പോഴും വിജയിക്കുകയും 2ാം സ്ഥാനത്ത് BJP വരികയും 3ാം സ്ഥാനത്തേക്ക് CPI-യുടെ സ്ഥാനാർത്ഥിയായി പോകുന്നത് എന്തിന്റെ പേരിലാണ്? ഇപ്പോൾ നിങ്ങളും കോൺഗ്രസും തമ്മിൽ ഡീലുണ്ടായിട്ടാ? BJP ജയിക്കരുത് എന്ന് കരുതി നിങ്ങളും കോൺഗ്രസും തമ്മിൽ ഡീലുണ്ടോ? അപ്പം ഞാൻ ചോദിക്കുന്നത്, ഓരോ മണ്ഡലത്തിനെ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെയുള്ള നിരവധി ആരോപണങ്ങൾ ഉണ്ടാകാം, പ്രത്യാരോപണങ്ങൾ ഉണ്ടാകാം. പക്ഷേ നമ്മുടെ കൺവിക്ഷനോടുകൂടി നമ്മളൊരു കാര്യം പറയുക. അതാണ് ഞാൻ ശ്രീ അക്കരയോട് ചോദിച്ചത്. അതായത് സുരേഷ് ഗോപി ഇത്തവണ അവിടെ ജയിക്കും, അതിനുവേണ്ടി CPM-ഉം BJP-യും തമ്മിൽ ധാരണയിലായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് പരസ്യമായിട്ട് പറയാൻ കഴിയുന്നുണ്ടോ? അല്പം മുമ്പ് ശ്രീ ഹരിദാസ് തന്നെ സൂചിപ്പിച്ചതുപോലെ മാത്യു കുഴൽനാടനെ പോലെ ഒരു വിഷയാധിഷ്ഠിതമായിട്ട് വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തിരിക്കുന്ന വളരെ ചുരുക്കം രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിലുള്ളതിൽ ഒരാളാണ് ശ്രീ അനിൽ അക്കര. ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അദ്ദേഹം പറയേണ്ടതാണ്. ഷോൺ ജോർജിനെ നമ്മൾ കണ്ടു, അതേപോലെ മാത്യു കുഴൽനാടനെ നമ്മൾ കണ്ടു, അതേപോലെ തന്നെയുള്ള ഒരാളാണ് ശ്രീ അനിൽ അക്കര. അപ്പോൾ അദ്ദേഹം ഒരു പ്രസ്താവന പറയുമ്പോൾ അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഡയറികളുമായി ബന്ധപ്പെട്ട് വലിയ കൺവിക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ, ലൈഫ് മിഷൻ പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൺവിക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ, താൻ അതിൻ്റെ ഒരു ഇര കൂടിയാണ് എന്നുള്ള കൺവിക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം അദ്ദേഹം പറയണം. അതല്ല, അതൊരു ഭാഗത്ത് നമ്മൾ ആരോപിക്കുകയും മറുഭാഗത്ത് എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിന് വഴങ്ങാത്ത ആൾക്കാരാണ് തൃശ്ശൂരിലുള്ള CPM-കാർ എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാദത്തിനെ അദ്ദേഹം തന്നെ ഖണ്ഡിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി നന്ദി ശ്രീ പണിക്കർ, നന്ദി ശ്രീ ഡോക്ടർ B ജയരാജ്, ശ്രീ MK ഹരിദാസ്, ശ്രീ അനിൽ അക്കര പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: കരുവന്നൂർ കേസ് CPM-ന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പൂട്ടിക്കുമോ ED? യെസ് എന്ന് 83%, ഇല്ല എന്ന് 14%, നിഷ്പക്ഷം 3%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.